അവിടെയാണ് ശ്രീമദ് ഭാഗവതം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നമ്മുടെ ഓർമ്മ ശരിയാണെങ്കിൽ ഇത് കഴിഞ്ഞ ഭാഗവതത്തിൽ എങ്ങും ഇങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കുന്നില്ല. എന്തിനാണ് ഭാഗവതം പഠിക്കുന്നത്? ഇത്രയും ദിവസം സത്രം കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ചിന്തിക്കുക. 4 മന്ത്രങ്ങൾ നമ്മളെ കൊണ്ട് ശ്രീമദ് ഭാഗവത മാഹാത്മ്യത്തിൽ നിന്ന് ആചാര്യന്മാര് ജപിപ്പിക്കാറുണ്ട് സപ്താഹവേദികളിൽ. എന്താണ് തുടങ്ങുന്നത്? എങ്ങനെയാ? സംസാരസാഗരേ മഗ്നം അത് മാത്രം മനസ്സിലാക്കിയാൽ എന്തിനാണ് ശ്രീമദ് ഭാഗവതം പഠിക്കുന്നതെന്ന് മനസ്സിലാകും. എന്താ പ്രാർത്ഥന? അവിടെ പ്രാർത്ഥനയാണ്, അർത്ഥനയല്ല. മറ്റുള്ളതൊക്കെ നമ്മുടെ അർത്ഥനയാണ്. ഇവിടെ പ്രകർഷണയുള്ള അപേക്ഷയാണ്, പ്രാർത്ഥനയാണ്. എന്താണ് പ്രാർത്ഥന? അവിടെ പ്രാർത്ഥനയുടെ ഭാഗം മാത്രം പറയൂ. മാം ഉദ്ധര. അതിന്റെ പ്രെഡിക്കേറ്റ് മാത്രം പറഞ്ഞാൽ ഉദ്ധര, ഉദ്ധരിക്കൂ. ആരെ ഉദ്ധരിക്കൂ? മാം ഉദ്ധര, എന്നെ ഉദ്ധരിക്കൂ. എവിടുന്ന്? കർമ്മ സംസാര സാഗരേ മധ്യം. ആലോചിക്കൂ, ഒരു ദിവസം മുഴുവൻ ഇരുന്ന് പറഞ്ഞാൽ ആ ഒരു വരിയുടെ 2 വരികളുടെ അർത്ഥം പറഞ്ഞു തീരില്ല എന്നർത്ഥം. കാരണം എന്താണ് ഈ സംസാരം? ഈ ലോകം എന്താണ്? അടുത്തവിടെ പറഞ്ഞാൽ പിന്നെ പറയാനും ഇല്ല. 2ാമത്തെ ദിവസം പറയാനും വെക്കൂ. ഏത്? കർമ്മഗ്രാഹ ഗൃഹീതാംഗം. കർമ്മമാകുന്ന മുതലയുടെ പിടിയിൽപ്പെട്ട്. കഥ നമുക്കറിയാം, ഗജേന്ദ്രമോക്ഷവുമായിട്ട് ബന്ധപ്പെടുത്തി എപ്പോൾ എല്ലാവർക്കും ചിന്തിക്കാവുന്നതാണ്. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? എന്താണ് സംസാരം? എന്തുകൊണ്ട് സംസാരത്തെ സാഗരവുമായിട്ട് ഉപമിച്ചിരിക്കുന്നു? രണ്ടും അനന്തവും അപാരവും അഗാധവുമാണ്. അതാണ് തമ്മിലുള്ള ബന്ധം. കൂടുതലൊന്നും വിശദീകരിക്കാൻ പറ്റില്ലല്ലോ. ഇത് എങ്ങനെയുണ്ടായി ഈ സംസാരം? ഏകാദശിയൊക്കെ വിശദമായിട്ട് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. മനഃസൃജതി. മനസ്സാണ് ഈ സംസാരത്തെ സൃഷ്ടിച്ചത്. ഉറപ്പ്. ഭഗവാൻ അധ്വരോട് പറയുന്നത് മനഃസൃജതി. ആരാ ഈ സംസാരത്തെ സൃഷ്ടിക്കുന്നത്? മനസ്സ് തന്നെയാണ് എന്നർത്ഥം. അപ്പം പരംപൂജനീയ ശങ്കരാചാര്യസ്വാമികളുടെ ദക്ഷിണാമൂർത്തി സ്തോത്രത്തെ കുറിച്ച് ചിന്തിക്കണം എന്നർത്ഥം. വിശ്വം ദർപ്പണ ദൃശ്യമാന നഗരീ തുല്യം നിജ അന്തർഗതം പശ്യന്ന ആത്മനി. ഈ സംസാരമൊക്കെ നമ്മൾ എവിടെയാ ആദ്യം കാണുന്നത്? നമ്മുടെ ഉള്ളിൽ തന്നെ. പിന്നെയോ മായയാ ബഹി ഇവ ഉദ്ഭൂതം. മായയെ കൊണ്ട് ഇത് വെളിയിൽ നടക്കുന്നതാണ് എന്നൊരു തോന്നിക്കലാണ്. പിന്നെന്താ സത്യമായിട്ട് തോന്നുന്നത്? അതാണ് മായയുടെ കളി. എന്താ കളി? ഉള്ളതിനെ ഇല്ലാത്തതായിട്ട് തോന്നിക്കുക, ഇല്ലാത്തതിനെ ഉള്ളതായിട്ട് തോന്നിക്കുക. മായ കൊണ്ടല്ലോ വിശ്വമുണ്ടെന്ന് തോന്നിക്കുന്നു, രജ്ജുഖണ്ഡത്തിങ്കലെ പന്നകബുദ്ധി പോലെ. അധ്യാത്മരാമായണത്തിൽ ഉറപ്പായിട്ട് പറഞ്ഞു. വാസ്തവത്തിൽ ഈ സംസാരം ഇല്ലാത്തതാണ്. എന്താ വാസ്തവത്തിൽ ഇത് പറയാൻ കാര്യം? സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആർക്കെങ്കിലും തോന്നാറുണ്ടോ ഞാൻ സ്വപ്നം കാണുകയാണ്, ഐ ആം ഡ്രീമിങ് കംഫർട്ടബിളി, ഡോണ്ട് ഡിസ്റ്റർബ്? പറയാൻ സാധിക്കുമോ? സാധിക്കില്ല. എന്തുകൊണ്ട്? സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ സ്വപ്നത്തെ അനുഭവിക്കുക തന്നെയാണ് ഇല്ലേ? സ്വപ്നമായിരുന്നു എന്ന് എപ്പോഴാണ് അറിയുന്നത്? സ്വപ്നാദിയിൽ പലത് കണ്ടിട്ട് ഉണർന്നവൻ. ഉണർന്നു കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത് അല്ല അല്ലേ. ഒരു സെക്കൻഡ് നേരം കൂടെ ചിലപ്പോൾ ആ സ്വപ്നത്തിന്റെ ഒരു അംശം നിന്നു വരാം. ഇതുപോലെയാണ് ഈ സംസാരത്തിൽ നിന്ന് ഉണരണം എന്ന് ശാസ്ത്രം, ആചാര്യന്മാർ നമ്മെ ബോധിപ്പിക്കുന്നത്. അതിനെന്താ വഴി? ഏകാശ്രയം ഭഗവാൻ മാത്രം. ഈ പ്രപഞ്ചത്തിന് മുഴുവൻ ആധാരമായിട്ട്
ഒരേ ഒരു ചൈതന്യം, ശക്തിവിശേഷം. അതാണ് ഈശ്വരൻ, ബ്രഹ്മം, ഭഗവാൻ. ശ്രീമദ് ഭാഗവതം ആദ്യം തന്നെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി. ഇതി ഇതി എന്ന് പറഞ്ഞ എന്ന് 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 അന്തമില്ല. നാലഭാഗത്ത് പറഞ്ഞ് അവിടെ നിർത്തി, വൃത്തഭംഗം വരാതിരിക്കാൻ വേണ്ടിയിട്ട്. ആദ്യം ഉറക്കേണ്ടത് അതാണ്. എന്ത്? ഈ പ്രപഞ്ചത്തിന് ആധാരമായിട്ട് ഒരേ ഒരു ശക്തിവിശേഷം മാത്രമേ ഉള്ളൂ. അതിനെയാണ് പല പേരുകളിൽ. രണ്ടാമത് ഉറക്കേണ്ടത് എന്താണ്? ഇവിടെ എന്തൊക്കെ കാണപ്പെടുന്നുവോ അതെല്ലാം ആ ഒന്നിൻ്റെ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് മാനിഫെസ്റ്റേഷൻസ് ഓർ എക്സ്പ്രഷൻസ്, വിവിധ തരങ്ങളിലും തലങ്ങളിലുമുള്ള പ്രകടനങ്ങൾ മാത്രമാണ്. രണ്ടാമത്തെ ഉറപ്പ്. ഇനി ഒരു ഉറപ്പോട് തന്നിട്ട് നമുക്ക് തന്നിട്ടല്ല, മനസ്സിലാക്കിയിട്ട് അടുത്തതിലേക്ക് കിടക്കാം. എന്താ മൂന്നാമത്തെ ഉറപ്പ്? ആ ചൈതന്യം തന്നെയാണ് ഓരോ ജീവന്റെയും ഉള്ളിൽ ജീവനായിട്ട് പ്രകടമാണ്. മൂന്നെണ്ണം ഉറപ്പിച്ചോ? എന്താ ഒന്നാമത്തേത്? പ്രപഞ്ചത്തിന് ആധാരമായിട്ട് ഒരേ ഒരു ചൈതന്യം, ശക്തിവിശേഷം മാത്രമേ ഉള്ളൂ. അതാണ് ഈശ്വരൻ, ബ്രഹ്മം, ഭഗവാൻ എന്നൊക്കെ അറിയപ്പെടുന്നത്. രണ്ട്, ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെ കാണപ്പെടുന്നുവോ അതൊക്കെ ആ ചൈതന്യത്തിൻ്റെ പ്രകടനങ്ങൾ, ചുരുക്കി പറയാം, മാത്രമാണ്. മൂന്നാമത്തേതോ? നമ്മുടെ ഈ ശരീരം ഉൾപ്പെടെയുള്ള എല്ലാറ്റിലും ജീവനായിട്ട് പ്രകടമാകുന്നത് ആ ചൈതന്യം തന്നെ ആണ്. തന്നെ എന്നുള്ള വാക്കിന് ചുവന്ന മഷി കൊണ്ട് അണ്ടർലൈൻ ചെയ്തു, പുസ്തകത്തിലല്ല, മനസ്സിലായില്ല. ഈ മൂന്ന് കാര്യം ഉറപ്പിക്കണം. ഉറപ്പിച്ചിട്ട് വേണം ആ ഉള്ളിൽ നന്നായിട്ട് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഭഗവത്ഗീതയും ഭാഗവതവും അധ്യാത്മ രാമായണവും ഒക്കെ പഠിക്കുന്നു. ഇപ്പൊ ശ്രീമദ് ഭാഗവതം പഠിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എന്താണ് സംസാരം എന്ന് അറിയണം. എന്തുകൊണ്ടാണ് എൻ്റെ സാഗരം എന്ന് പഞ്ചമസ്കന്ധ 13 അധ്യായം വരുമ്പോഴത്തേക്ക് അത് മാറ്റിയിട്ട് ഭവാടവീന്നാക്കി ആചാര്യൻ. എന്തുകൊണ്ട്? കൊടുങ്കാട്, ഈ ജീവിതമാകുന്ന കൊടുങ്കാടാണ്. കൊടുങ്കാട്ടിൽപ്പെട്ട ജീവന്റെ അവസ്ഥയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. എന്നിട്ടെന്താ ഭഗവാനോട് പ്രാർത്ഥിക്കുക? മാം ഉദ്ധര, എന്നെ ഇതിൽ നിന്ന് ഉദ്ധരിക്കണം. എന്തുകൊണ്ട്? കർമ്മഗ്രാഹഗൃഹീതമാണ് ഇപ്പൊ എൻ്റെ അവസ്ഥ. ആരാ ഇത് ചെയ്തത്? എന്ത് ചെയ്യാം? ഭഗവാൻ എന്നെ ഇങ്ങനെയൊക്കെ ആക്കി. പ്ലീസ്, ഭാഗവതമൊക്കെ കേട്ട് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഒരു വാക്ക് പറയരുത്. എന്താ ഇങ്ങനെ ആകാൻ കാരണം? കീഴിൽ ചെയ്ത ശുഭാശുഭകർമ്മം മേലിൽ ഉറപ്പിക്കുന്നത്. കർമ്മം കൊണ്ട് കളിക്കുന്നതിങ്ങനെ പൂന്താനം ഉറപ്പായിട്ട് പറഞ്ഞില്ലേ? ഭഗവത്ഗീത കൂടെ ചേർത്ത് പഠിച്ചാൽ മുഴുവൻ മനസ്സിലാകുന്നത് അല്ലേ? ഏവം ത്രീധർമ്മം അനുപ്രപന്ന ഗതാഗതം കാമകാമാലഭന്തേ. സ്വാർത്ഥപരമായ കർമ്മങ്ങൾ, ആഗ്രഹപ്രേരിതമായിട്ട് ഇവിടെ കണ്ട് കർമ്മങ്ങൾ ചെയ്യുക. എന്നിട്ടോ ഫോർ എവരി ആക്ഷൻ ദർ ഈസ് ഓപ്പോസിറ്റ്. ഓരോ കർമ്മത്തിനും അപ്പോഴപ്പോഴും ഫലമുണ്ട് എന്നർത്ഥം. അത് കിട്ടുന്ന രീതി വ്യത്യാസം ഉണ്ടാകും, സ്ഥലം വ്യത്യാസം ഉണ്ടാകും. ഓരോ കർമ്മത്തിനും ഫലമുണ്ട്. കർത്താവ് ഒഴിഞ്ഞ് മറ്റന്യൻ ഭുജിക്കുമോ? കഴിഞ്ഞ ദിവസം ഇവിടെ ആരും അനുസ്മരിച്ചു അല്ലേ? താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ. ഭാര്യയും മക്കളെ ഒന്നും ഏൽപ്പിച്ചിട്ട് കാര്യമില്ല. പിന്നെന്താ? നിനക്ക് കൂട്ടായ ഒരു യത്നമൊക്കെ നടത്താനൊരു സൗകര്യമുണ്ട്. മനസ്സിലായി? അതുകൊണ്ടാണ് ശ്രീമദ് ഭാഗവതം തുടക്കത്തിൽ തന്നെ ഓർമ്മിപ്പിക്കും, അപശ്യതാം ആത്മതത്വം ഗൃഹേഷു ഗൃഹമേധിനാം. എന്തുകൊണ്ടാണ് ഇങ്ങനെ? കൂപ്പേ വീണുഴലുന്നത് പോലെ ഗേഹേ വീണുഴലാൻ നമ്മൾ ഇഷ്ടപ്പെടുന്നത്. അപശ്യതാം ആത്മതത്വം. ആത്മതത്വം അറിയാത്തത് കൊണ്ടാണ് ഇപ്പൊ പിന്നെ എന്ത് തത്വം അറിയാവുന്നത്? ജീവതത്വം, ദേഹതത്വം, മനസ്സിന്റെ തത്വം മാത്രമേ അറിയാവൂ. അതുകൊണ്ടെന്താ? ശരീരമായിട്ട് ബന്ധപ്പെട്ടതൊക്കെ എനിക്ക് സുഖദുഃഖങ്ങളെ തരുന്നു. മനസ്സുമായിട്ട് ബന്ധപ്പെട്ടതൊക്കെ ബുദ്ധിയുടെ വലിയ കുഴപ്പമില്ല, കാരണം അത് അധികം ഉപയോഗിക്കാറില്ലാത്തതുകൊണ്ട്.
വളരെ കുറച്ച് പേരേ ഉള്ളൂ. പണ്ട് പ്രസിദ്ധനായ ഒരാൾ പറഞ്ഞത് ഐൻസ്റ്റീൻ പോലും മനസ്സിന്റെ 1% ഉപയോഗിച്ചിട്ടുള്ളൂ എന്നാണ്. നമ്മുടെ ഒന്നും പറയാനുമില്ല. അപ്പൊ ഈ ശരീരവുമായിട്ടുള്ള താതാത്മ്യം കൊണ്ട് ശരീരവുമായിട്ട് മനസ്സുമായിട്ട് ബന്ധപ്പെട്ടതിൻ്റെ ഒക്കെ സുഖങ്ങളും ദുഃഖവും ഒക്കെ അനുഭവിക്കുന്ന ഞാനായിട്ട് നമ്മൾ തരം താഴും. ഇതാണ് സംസാര ദുഃഖത്തിന് കാരണം. ഇതാരുണ്ടാക്കി വെച്ചു? അതുകൊണ്ട് ഇങ്ങനെ ചോദിക്കാറുള്ളവരാരും ഇനിയും ചോദിക്കരുത്. എന്ത്? എൻ്റെ ഗുരുവായൂരപ്പാ, എനിക്കിങ്ങനെ എന്തിനൊരു. ഭഗവാൻ ചിരിക്കും. അതുകൊണ്ട് എപ്പോഴും ഭഗവാൻ പുഞ്ചിരിയല്ലേ ഉള്ളത്. കൽത്തുറുങ്കിനകത്തമ്മ എല്ലാവർക്കും അറിയാം, അതുകൊണ്ട് കേട്ടിട്ടില്ല. ജരയുടെ അപ്പോഴും എന്തായിരുന്നു? പുഞ്ചിരി. എന്തുകൊണ്ട്? ഇത്രയും ഞാൻ പറഞ്ഞു തന്നിട്ട് നിങ്ങൾക്ക് ഇതുവരെ ഇത് ഭഗവാന്റെ ചിരിക്ക് ഒരുപാട് അർത്ഥമുണ്ട്. കാരണം ഭഗവാൻ ഭഗവത്ഗീതയിൽ ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആരെയാണ് ഉദ്ധരിക്കുന്നത്. അതുകൊണ്ടാണ് ഭഗവത്ഗീതയൊക്കെ പഠിക്കുന്നതെന്ന് പറയുന്നത്. ചേതസാ സർവകർമാണി മയി സന്യസ്യ, ഒന്നാമത്തെ കണ്ടീഷൻ. മത്പരാഹ അനന്യേനൈവ യോഗേന മാം ധ്യായന്ത ഉപാസതേ തേഷാം അഹം സമുദ്ധർത്ത. വെറും ഉദ്ധരിക്കലല്ല, നമ്മൾ ഉദ്ധരിക്കണമെന്നേ പ്രാർത്ഥിച്ചുള്ളൂ. ഭഗവാൻ എന്താ പറയുന്നത്? ഞാൻ അവരെ സമുദ്ധരിക്കും, സമ്യക്കായി ഞാൻ അവരെ ഉദ്ധരിക്കും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? യദ്ഗത്വാ ന നിവർത്തന്തേ തദ്ധാമ പരമം മമ. എവിടെ എത്തിയാൽ പിന്നെ തിരിച്ചു വരവില്ലയോ? നേരത്തെ പറഞ്ഞില്ലേ ഗതാഗതം. പിന്നെ അവർക്ക് ഗതാഗതമൊന്നുമില്ല, അവരെത്തേണ്ടടുത്ത് എത്തി. ഇതാണ് മനുഷ്യജന്മം കൊണ്ട് സാധിക്കേണ്ടത്. അതുകൊണ്ട് എന്ത് വേണം? രാമായണം. കർമ്മങ്ങളെല്ലാം വിധിച്ച വണ്ണം പരബ്രഹ്മണി നിത്യേ സമർപ്പിച്ച് ചെയ്യണം. ഇതാണ് കർമ്മയോഗം. നമ്മളൊക്കെ കർമ്മം ചെയ്യാൻ വിധിക്കപ്പെട്ടിട്ടാണ്. അത് മനുഷ്യരായിട്ടാണോ, ഈച്ചയായിട്ടാണോ, പൂച്ചയായിട്ടാണോ, അതൊക്കെ പൂന്താനം ഞാനിപ്പാന് പഠിച്ചിട്ടുള്ളവർക്കറിയാം. ഏതൊക്കെ എല്ലാം കഴിഞ്ഞിട്ടാണ് ഇങ്ങനൊരു മനുഷ്യജന്മത്തിലേക്ക് വരുന്നത്. അപ്പൊ മനുഷ്യജന്മം കൈ കിട്ടിയാൽ എന്താ ഗുണം? ദുർലഭം മാനുഷം ജന്മം. എത്രയോ സ്ഥലങ്ങളില് പറയുന്നുണ്ട്. പക്ഷെ അതിനെ കൊണ്ട് പറയിപ്പിക്കുന്നുണ്ട്. ശ്രീശങ്കര ഭഗവത്പാദർ വിവേകചൂഡാമണിയിലും ഉറപ്പിച്ച് പറയുന്നുണ്ട്. ദുർലഭം ത്രയമേ വൈദത് ദൈവാനുഗ്രഹ ഹേതുകം മനുഷ്യത്വം മുമുക്ഷുത്വം മഹാപുരുഷ സംശ്രയം. മനുഷ്യനായിട്ട് ജനിച്ച് നമ്മുടെയൊക്കെ ധാരണ ഇപ്പം 2 കാലിൽ നടക്കുന്നവരൊക്കെ മനുഷ്യർ, 4 കാലിൽ നടക്കുന്നവരൊക്കെ അല്ലാതെ. ശാസ്ത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, 2 കാലിൽ നടന്നുകൊണ്ട് മനുഷ്യരായില്ല. എന്തുകൊണ്ട്? മനുഷ്യജന്മം കൊണ്ട് മാത്രം സാധിക്കാവുന്ന ചില കാര്യങ്ങൾ സാധിക്കാനുള്ള ഒരു ഹംബിൾ ബിഗിനിങ്, എളിയ തുടക്കമെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ അവർക്ക് മനുഷ്യരാണെന്ന് അവകാശപ്പെടാൻ. അങ്ങനെയുള്ളവരെ പ്രസവിച്ച അമ്മ സഹിച്ച ക്ലേശം വെറുതെയാണ് എന്ന് ഭാഗവതം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പശുവിൻ്റെയോ പുഴുവിൻ്റെയോ ജന്മം പോലെ അതാകാതിരിക്കാനാണ് നമ്മൾ ഭാഗവതം പഠിക്കുന്നത്. ബാക്കി ശ്ലോകങ്ങൾ വിശദീകരിക്കാൻ സമയമില്ല, ഇത്രയൊന്ന് സൂചിപ്പിച്ചു അല്ലേ. അപ്പം എന്താണ് നമ്മുടെ പ്രാർത്ഥന? എന്തുകൊണ്ട് നമ്മൾ കർമ്മം, അതും കൂടെ ഒന്ന് പറയാം, 1 മിനിറ്റ്. എന്തുകൊണ്ടാണ് ഈ കർമ്മങ്ങളുമായിട്ട് ഉടക്കി കിടക്കുന്നത്? നമ്മൾ കർമ്മം കൊണ്ട് കളിക്കുന്നത്. നേരത്തെ പറഞ്ഞ അപശ്യത ആത്മതത്വം. ആത്മതത്വത്തെ അറിയില്ല, ബ്രഹ്മതത്വത്തെ അറിയില്ല. കൃഷ്ണാവതാര സമയത്ത് ഭഗവാൻ അച്ഛനമ്മമാരോട് പറഞ്ഞതെന്താ? യുവാമാം പുത്രഭാവേന ബ്രഹ്മഭാവേന ചാസകൃത് ചിന്തയന്തൗ കൃതസ്നേഹൗ യാസ്യേധേ മദ്ഗതിം പരാ. ഓരോ മനുഷ്യന്റെയും ലക്ഷ്യം അതായിരിക്കണം. എന്ത്? മദ്ഗതിം പരാം യാസ്യേധേ. പരമമായ എൻ്റെ ഗതിയെ പ്രാപിക്കലായിരിക്കണം. അതിനെ
ഏറ്റവും മോസ്റ്റ് സ്യൂട്ടബിൾ ആണ് മനുഷ്യജന്മം. അതാണ് ഭഗവത്പാദരും പറഞ്ഞത്. മനുഷ്യത്വം എന്തുകൊണ്ട്? മനുഷ്യജന്മം കിട്ടിയാൽ മുമുക്ഷുത്വം ഉണ്ടാവണം. മോക്ഷം മേ ഭൂയാത് ഇതി ഇച്ഛ, മേ ഐ ബി ലിബറേറ്റഡ്. എല്ലാ ദുഃഖങ്ങളിൽ നിന്നും എനിക്ക് മോചനം സംഭവിക്കട്ടെ എന്നുള്ള ആഗ്രഹം. ഗുരുദേവനൊക്കെ തത്വബോധത്തിന്റെ കമന്ററിയിൽ സൂചിപ്പിക്കും, ഇറ്റ് ഈസ് നോട്ട് വൺ among so many desires, but one and the only desire. അനേകം ആഗ്രഹങ്ങളിൽ ഒന്നല്ല. അംഗവും കാണാം, അത് പോരാ. മോക്ഷം എനിക്ക് ഭവിക്കണം, പരമമായ സത്യത്തെ എനിക്ക് അറിയണം, ഇതായിരിക്കണം ഉറപ്പ്. അതുള്ളവരെയാണ് ഭഗവത്ഗീതയില് ജിജ്ഞാസു എന്ന് പറയും. 4 തരം ഭക്തന്മാരെ കുറിച്ച് ഭഗവാൻ അവിടെ സൂചിപ്പിക്കും. സുഹൃതികളായ 4 തരം ഭക്തന്മാർ: ആർത്തൻ, അർത്ഥാർത്ഥി, ജിജ്ഞാസു, ജ്ഞാനി. ഏറ്റവും ഹൃദ്യമായ ശരിയായ ഉത്തമ ഭക്തനെ ആരാ അവിടെ സൂചിപ്പിക്കുന്നത്? തേഷാം ജ്ഞാനി നിത്യയുക്ത ഏകഭക്തർ വിശേഷ. ഇതൊക്കെ തന്നെയാണ് ഏകാദശത്തിലെ വിശദീകരിക്കാൻ പോകുന്നത്, വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നർത്ഥം. ഭഗവത്ഗീതയിലെ 18 അധ്യായങ്ങളുടെ വിശദമായ ഒരു എന്താ പറയുക പ്രകടനമാണ് ഒരു വലിയ സ്ക്രീനിൽ കാണുന്നതായിട്ട് വിചാരിക്കൂ. അതാണ് ശ്രീമദ് ഭാഗവതത്തിൽ നമ്മൾ കാണുന്നത്. ഭഗവത്ഗീതയിൽ സിദ്ധാന്തമായിട്ട് അവതരിപ്പിച്ചത് ശ്രീമദ് ഭാഗവതത്തിൽ ജീവിച്ചു കാണിച്ചു. എങ്ങനെ ജീവിക്കണം, എങ്ങനെ ജീവിക്കരുത്, എന്ത് സ്വീകരിക്കണം. അതാണ് പരീക്ഷത്തിന്റെ പ്രാർത്ഥന തന്നെ. അതാണ് മറിച്ചുള്ളതും കൂടി പറഞ്ഞു തരൂ എന്നാണ്. ശ്രീമദ് പരീക്ഷത്തിന്റെ ആ ഒരൊറ്റ ചോദ്യമാണ് നമുക്ക് ഈ ശ്രീമദ് ഭാഗവതം കാണുന്ന രീതിയിൽ കിട്ടിയത്. എന്താ ചോദ്യം? അത് ഞങ്ങൾ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല. അതൊക്കെ ഇനി മ്രിയമാണസ്യ പുരുഷസ്യ ഇഹ യത് കാര്യം. ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല, ഇനിയെങ്കിലും ശ്രദ്ധിക്കൂ പ്ലീസ്. ഹംബിൾ റിക്വസ്റ്റ്. മ്രിയമാണസ്യ പുരുഷസ്യ, മരണം ഉറപ്പായ ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ മരണം അടുത്തിരിക്കുന്ന മനുഷ്യൻ, ജീവിതത്തിലെ ഏറ്റവും വലിയ സത്യം മരണമാണെന്ന് ഉറപ്പിച്ച ഒരാൾ, ഇഹ യത് കാര്യം, ഇവിടെ എന്താണ് ആള് ചെയ്യേണ്ടത്? പിന്നെയാണ് എന്ത് ജപിക്കണം, എന്ത് അന്യഥ മറിച്ചുള്ളതും കൂടി പറഞ്ഞു തരൂ. ഈ ഒരു ചോദ്യമാണ് ഇന്ന് കാണുന്ന രീതിയിൽ ശ്രീമദ് ഭാഗവതം നമുക്ക് കിട്ടാൻ കാരണം. അതിന് മുമ്പൊരു കാരണമുണ്ട്. എന്താണ്? ഭഗവത്ഗീത നമുക്ക് കിട്ടാൻ കാരണം അർജുനന്റെ 1-ാം അധ്യായത്തിന്റെ പേര് അർജുനന്റെ വിഷാദമാണ് നമുക്ക് ഭഗവത്ഗീത കിട്ടാൻ കാരണമായത്. വേദവ്യാസ ഭഗവാന്റെ വ്യസനമാണ് ശ്രീമദ് ഭാഗവതം നമുക്ക് കിട്ടാൻ. വ്യാസന്റെ വ്യസനം തന്നെയാണ് അതിന്റെ പുസ്തകത്തിന്റെ അധ്യായത്തിൽ എഴുതുന്നത്. എന്തുകൊണ്ട്? അർജുനന്റെ വിഷാദം പോലല്ല വേദവ്യാസ ഭഗവാന്റെ വ്യസനം. അർജുനന് സ്വന്തക്കാരെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അവരെ കൊല്ലണമല്ലോ എന്നുള്ള ബുദ്ധിമുട്ട് തോന്നിയതായിരുന്നു അർജുനന്റെ. അത് വിഷാദമായി. പക്ഷേ പൂർവജന്മ സംസ്കാരവും പൈതൃകവും ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് ആ വിഷാദവും യോഗത്തിലെത്തിച്ചു. യോഗം എന്ന് പറഞ്ഞാൽ ഇതായി 2 കൈ കൂട്ടിച്ചേരുന്നതാണ് യോഗം. ഏത്? ജീവഭാഗവും ആത്മഭാഗവും കൂടെ ചേർന്നതാണ് യോഗം. അതിലെത്തിച്ചു. അതുകൊണ്ടാണ് 1-ാം അധ്യായത്തിന് വിഷാദ യോഗം എന്നിട്ട്. അല്ലെങ്കിലോ നമുക്കൊക്കെ ആണെങ്കിലോ ചെറിയ അക്ഷര വ്യത്യാസം. വിഷാദ രോഗം, വിഷാദ രോഗമായിട്ട് അധപ്പതിക്കാതെ എന്തുകൊണ്ട് അതാണ് പൂർവജന്മ സംസ്കാരം. ലഭതേ പൗർവദേഹികം എന്ന് ഭഗവത്ഗീത. ശ്രീമദ് ഭാഗവതമോ പ്രാഗ്ജന്മന്യനുശിക്ഷിതം, പൂർവജന്മങ്ങളിൽ അനുശിക്ഷിതം കൊണ്ടുണ്ടായ സംസ്കാരം. ആർക്കാ ഭാഗവതം കിട്ടുക? ആർക്കാ സത്സംഗം കിട്ടുക?
ഭാഗ്യോദയേന ബഹുജന്മ സമാർജിതേന സത്സംഗമേവ ലഭതേ. എപ്പോഴാ സത്സംഗം കിട്ടുക? ജന്മജന്മാന്തരങ്ങളിലെ ഭാഗ്യം ക്രിസ്റ്റലൈസ് ചെയ്യുമ്പോൾ ചേരുമ്പോഴാണ്. ഈ ഇതുപോലുള്ള സത്സംഗത്തിൽ പങ്കെടുക്കാനൊക്കെ കഴിയുന്ന നമ്മളൊക്കെ എത്രയോ ഭാഗ്യവാന്മാർന്ന് ചിന്തിക്കാം. കുറച്ച് സമയം കൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ വിഷയത്തിനോട് നീതി പുലർത്തണ്ടേ. അതുകൊണ്ട് നമുക്കിവിടെ ചിന്തിക്കാൻ തന്നിരിക്കുന്ന 2 അധ്യായങ്ങള് സമന്ത പഞ്ചക തീർത്ഥയാത്രയും സന്താനഗോപാലവും. അതായത് 84 മുതലുള്ള അധ്യായങ്ങൾ, മുഴുവനൊന്നുമില്ല, 84 മുതൽ 89 വരെയുള്ള അധ്യായങ്ങളിൽ നിന്ന് സെലക്ട് ചെയ്ത 2 അധ്യായങ്ങളാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതിനെക്കുറിച്ച് ചിന്തിക്കാം. നല്ല ചിന്തകൾ ഉള്ളിലുണ്ടാകാനും നല്ല വാക്കുകളായി പുറത്തേക്ക് വരാനും സർവാന്തര്യാമിയായ ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. നമ്മെ അനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കുന്ന ആ സദ്ഗുരുനാഥൻ്റെ കാരുണ്യം ഉണ്ടാവട്ടെ. വാഗ്ദേവതയായ സരസ്വതി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. സർവോപരി ശ്രോതാക്കളായുള്ള സജ്ജനങ്ങളുടെ സത്ശ്രദ്ധയും ഉണ്ടാവട്ടെ. ഏകശ്രദ്ധയോടുകൂടി കേൾക്കുമ്പോഴാണ് വക്താവിൽ നിന്ന് വാക്കുകൾ ഉതിരുക. ആ വാക്കാണ് ഉപയോഗിക്കുന്നത്. ഭഗവാനിൽ നിന്ന് എപ്പോഴാണ് ഭഗവത്ഗീത ഉതിർന്നു വീണു തുടങ്ങിയത്? കാർപ്പണ്യദോഷോപഹത സ്വഭാവഃ പൃച്ഛാമി ത്വാം ധർമ്മസമ്മൂഢചേതാഃ യശ്രേയസ്യാന്നിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം ശാധിമാം ത്വാം പ്രപന്നം അഹം തേ ശിഷ്യഃ. ഭഗവാനെ, ഞാൻ അങ്ങയുടെ ശിഷ്യനാണ്. എന്നെ ശാധി, എന്നെ ശാസിച്ച് എന്നെ ഒന്ന് നന്നാക്കിയെടുക്കുക. ഈ ഒരു സമർപ്പണം, സമ്പൂർണ്ണ ശരണാഗതി എപ്പോഴാണോ നമ്മിൽ ഉണ്ടാകുന്നത്, അപ്പോൾ മാത്രം ഭഗവാൻ നമ്മെ കൈവർത്തക കേശവ എന്ന് പ്രയോഗമില്ലേ, കൈപിടിച്ച് ഉയർത്തിയിരിക്കും. അല്ലാതെ ഏത് പ്രായത്തിലാണ് വേണ്ടത്? ഏത് പ്രായത്തിലും ആവാം. അല്ല, ഇപ്പൊ 75 80 കയറുകയാണ്, ഇനിയിപ്പോ ഇപ്പൊ തുടങ്ങിക്കുള്ളൂ. അതെങ്ങനെ വേണം എന്നാണ് അനേകം കഥകളിൽ കൂടി നമ്മെ ശ്രീമദ് ഭാഗവതം പഠിപ്പിക്കുന്നത്. 18,000 ശ്ലോകത്തിൽ കുറച്ചേ ഉള്ളൂ ഏകാദശിയിൽ. ബാക്കിയോ മുഴുവൻ പറഞ്ഞത് കഥകൾ. എന്തിനു വേണ്ടിയിട്ട്? എല്ലാം കഴിഞ്ഞ് ശ്രീമദ് ഭാഗവതം സമർപ്പിക്കുന്നതിന് മുമ്പായിട്ട് ശ്രീപരീക്ഷിച്ച് പറഞ്ഞത് എന്താ? അർജുനൻ പറഞ്ഞതാണ് പെട്ടെന്ന് ഓർമ്മ വന്നത്. നഷ്ടോ മോഹ സ്മൃതിലത്വ. അല്ലേ ഭഗവാനെ, അങ്ങയുടെ കാരുണ്യം കൊണ്ട് എൻ്റെ കൺഫ്യൂഷനൊക്കെ ഇല്ലാതായി. ഇവിടെ അതുപോലെയാണ് ഉത്സവരും പറയുന്നത്. ശ്രീപരീക്ഷിതം പറഞ്ഞു ഭവതാ കരുണാത്മന. എന്തുകൊണ്ട്? ആ പരമമായ പദം ഭഗവാനെ അങ്ങ് കാണിച്ചു തന്നില്ലേ? ഇതിനാര് വേണം? പരമമായ പദം കാണിച്ചു തരാൻ ആര് വേണം? ഒരു ഗുരുനാഥൻ. എത്രയോ കഥകളില് ഈ ഗുരുമഹിമ സൂചിപ്പിച്ചിരിക്കുന്ന കാണാം. പാലാഴി മഥനത്തിലോ പല കഥകളിലും കാണാം. ഗുരോരനുഗ്രഹേണ ഇവ പുമാൻ പൂർണ്ണ പ്രശാന്തേ എന്ന് സാക്ഷാൽ ഭഗവാനെ കൊണ്ട് ഉത്തമ സുഹൃത്തായ കുചേലിനോട് പറഞ്ഞില്ലേ? ഭാഗവത്തിലെ ഒളിഞ്ഞും തെളിഞ്ഞും ഏകാദശത്തിലോട്ട് കയറിയാൽ പിന്നെ ഗുരു മഹിമ പറയാത്ത അധ്യായങ്ങളൊന്നുമേ ഇല്ല. എന്തുകൊണ്ട്? ഇപ്പം വായിച്ചത് തീർത്ത് സത്സംഗലഭ്യയാ ഭക്തിയാ. ശരിയായ ഭക്തി എന്താണ്? സത്സംഗം കൊണ്ട് ലഭിച്ചിടുന്ന ഭക്തി എന്നാണ് അധ്യാത്മരാമായണത്തിൽ പറയുന്നത്. വല്ലാത്ത ഭക്തിയൊക്കെ ഇംഗ്ലീഷിലെ മിസ്നോമർ എന്ന് പറയുന്നത്. ആ പേരുവേ ഉള്ളൂ, അതിലർത്ഥമില്ല. എന്തുകൊണ്ട്? ശരിയായ ഭക്തി എന്ന് ഇപ്പൊ 14 അധ്യായം കൊണ്ട് വായിച്ചു. എന്താ മദ്ഭക്തിയുക്തോ ഭുവനം പുനാദി. എന്താ ഭഗവാൻ ഭക്തന് കൊടുത്തിരിക്കുന്ന മാഹാത്മ്യം നോക്കൂ. എന്റെ ഭക്തൻ സ്വപാകാനബി സംഭവാത്. ശ്വപാക എന്ന് പറഞ്ഞാൽ ശ്വാവിനെ പാകം ചെയ്യുന്ന ചണ്ടാലൻ എന്നർത്ഥം.
അതാണെങ്കിൽ പോലും എങ്ങനെ സംഭവാത്, മലയാളത്തിൽ സംഭവമല്ലേ, ശ്രദ്ധിക്കരുത്. ഭവം എന്ന് പറഞ്ഞാൽ ഉണ്ടാകൽ, സംഭവം എന്ന് പറഞ്ഞാൽ സമ്യക്കായുള്ള ജന്മം ഉണ്ടാകൽ. എന്തുകൊണ്ട്? അത് അവന്റെ പൂർവജന്മ. പക്ഷെ അവർക്കും ഭഗവാനിലേക്ക് തിരിയാൻ വളരെ എളുപ്പമാണ്. പിടിച്ചു പറയും ഒക്കെ ആയിട്ട് നടന്ന ഇത് അങ്ങനെ പേര് ഇങ്ങോട്ട് തിരിയാൻ ഒരു സെക്കൻഡേ വേണ്ടി വന്നുള്ളൂ എന്നർത്ഥം. ആരാ ഉപദേശിച്ചു കൊടുത്തത്? അതാണ് നല്ല ഭാര്യമാരുണ്ടെങ്കിലുള്ള ഗുണം അതാണ്. അപ്പോഴെപ്പോഴും നല്ല ഉപദേശം കിട്ടും. കർത്താവ് ഒഴിഞ്ഞ് മറ്റന്യൻ ഭുജിക്കുമോ? ഇത്രയും കാലം ഞാൻ ചെയ്ത്. ഇതാണ് ഭാഗവതം ഓർമ്മിപ്പിച്ചത്. എന്ത്? അപശ്യതാം ആത്മതത്വം ഗൃഹേഷു ഗൃഹമേധിനാം കൂപേ വീണ്. അതുണ്ടാകാതിരിക്കട്ടെ. അതിനെന്താ? സത്സംഗം. 12ാം അധ്യായം മുഴുവൻ ഏകാദശത്തില് സത്സംഗ മഹിമയാണ്. എന്റെ ഭക്തന്റെ പിറകെ ഞാൻ ഇങ്ങനെ നടക്കുന്നു എന്നാണ് പറഞ്ഞത്. എന്തിനു വേണ്ടിയിട്ട്? പുനാദി ഭുവനത്രയം വന്ദേ നന്ദവ്രജസ്ത്രീണാം. അല്ലേ? പുനാദി ഭുവനത്രയം, അതാണ് ഭക്തന്റെ മഹിമ. അതിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും സത്സംഗം കൊണ്ട് എങ്ങനെ ഭക്തി വർദ്ധിക്കാം, എങ്ങനെ സത്സംഗത്തെ നമ്മൾ ഉപയോഗിക്കണം, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ 84ാമത്തെ അധ്യായത്തിൽ ഈ ഭാഗത്ത് കാണുന്നത്. മുഴുവൻ വിശദീകരിക്കാൻ സമയമൊന്നുമില്ല. അവിടെ ഇവിടെ 1-2 ശ്ലോകങ്ങൾ മാത്രം സൂചിപ്പിക്കാതെ അവിടെ ഭഗവാന്റെ വാക്കുകളോടുകൂടിയാണ് അത് ആരംഭിക്കുന്നത്. അവിടെ പ്രത്യേകം ഭഗവാൻ പറഞ്ഞത്, എപ്പോഴും ഭഗവാൻ ആരെവിടെ പറഞ്ഞു എന്നുള്ളതിന് പ്രത്യേകതയുണ്ട് അല്ലേ? നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കുന്നത് അങ്ങനെയല്ലോ. ആര് പറഞ്ഞു? വീട്ടിൽ എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ ചോദിക്കും, ആര് പറഞ്ഞു? ഭഗവാനാ പറഞ്ഞെങ്കിൽ അതൊക്കെ ഭഗവാൻ പറഞ്ഞു. എന്താ പറഞ്ഞത്? അഹോവയം ജന്മഭൃതോ ലബ്ധം കാശ്നേന തദ്ഫലം ദേവാനാമപി ദുഷ്പ്രാപം യത് യോഗേശ്വര ദർശനം. മഹാത്മാക്കളെ കണ്ടിട്ടുണ്ടേ ഭഗവാന്റെ ഒരു മട്ടം കിടക്കൽ മാറിയിട്ട് പറയുക, നിങ്ങളെപ്പോലുള്ള യോഗേശ്വരന്മാരെ ആരായി പറയുന്നത്? ആരാ പറയുന്നത്? യോഗേശ്വരേശ്വരൻ എന്ന് ഭാഗവതം വിശേഷിപ്പിക്കുന്ന ഭഗവാനാണ് പറയുന്നത്. ഈ യോഗേശ്വരന്മാരെ എനിക്ക് കാണാൻ കഴിഞ്ഞില്ലേ? അഹോ ഭാഗ്യം. അഹോ ഭാഗ്യം എന്ന് പറഞ്ഞില്ല, അഹോ എന്നേ പറഞ്ഞുള്ളൂ. എന്നിട്ട് അതിന്റെ മാഹാത്മ്യം പറഞ്ഞു അടുത്ത ശ്ലോകത്തിൽ. പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ശ്ലോകം. നഹ്യം മയാനി തീർത്ഥാനി ന ദേവാ അമൃച്ഛിലാമയാഹ തേ പുനന്തിരുകാലേന ദർശനാദേവ സാധവഃ. ഈ 2 വാക്കൊന്ന് പഠിക്കണേ എന്നുള്ള ഒരു എളിയ അപേക്ഷിക്കാനേ നമുക്ക് സാധിക്കുള്ളൂ. ആജ്ഞാപിക്കാനൊന്നും നമ്മൾ ആരില്ല. എന്താ അപേക്ഷ? ദർശനാദേവ സാധവഃ എന്നൊന്ന് മനസ്സിൽ പഠിച്ചു വെക്കൂ. എന്താ വാക്ക്? ദർശനാദേവ സാധവഃ. അത് 3 വാക്കാണ് ശരിക്കും. ദർശനാദ് ഏവ സാധവഃ. അത്രയെങ്കിലും ഓർത്തിരിക്കണം. എന്താ അർത്ഥം? അർത്ഥം മുഴുവൻ മനസ്സിലാക്കണം. നേരത്തെ ഉള്ളതോട് പറയണം. പല തരത്തിലുള്ള ആരാധനകളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്, തീർത്ഥാടനം ചെയ്യുന്നുണ്ട് അല്ലേ? അവയൊക്കെ വെറുതെയാണെന്ന് പറഞ്ഞിട്ടില്ലേ, വ്യർത്ഥമാണെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ പറഞ്ഞതെന്താ? ഇതൊക്കെ തേ പുനന്തി, അതും നിങ്ങളെ ശുദ്ധീകരിക്കും. അവയൊക്കെ എങ്ങനെ? ഒരു കാലേന, കുറേ കാലം കഴിഞ്ഞായിരിക്കും ഫലം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കുറേ ജന്മങ്ങൾ താണ്ടേണ്ടതായിട്ട് വരും. അതിനിടയ്ക്ക് എന്താ സംഭവിക്കാവുന്നത്? സംഭവിക്കബിൾ. ഇങ്ങനെ പറയണമെങ്കിൽ എന്താണ്? ഈ മറ്റേ ഏണിയും പാമ്പും സ്നേഹിക്കാനുള്ള ആർഡറില്ലേ? എന്ത് അറിയാമല്ലോ. 98 ചെന്ന് ഇപ്പം 100-ലോട്ട് വീഴുമെന്ന് വിചാരിച്ചിടുമ്പോഴാണ് ഇടുകുടുകുടുകുടു. എന്ത് പറ്റി? ഇതുപോലെ കർമ്മങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുമ്പോൾ അധപ്പതനത്തിന് സാധ്യത കൂടുന്നു. അതുകൊണ്ട് എന്ത് വേണം? കർമ്മങ്ങൾ വിധിച്ചിരിക്കുന്നത് ഇതിനു വേണ്ടിയിട്ടാണ്. ചിത്തസ്യ ശുദ്ധയേ കർമ്മ ന വസ്തുപലഭ്യതേ. ഭഗവത്പാദർ പറഞ്ഞ വാക്ക് പ്രത്യേകം ഓർമ്മ വെക്കുക എന്നർത്ഥം. എന്തിനാണ് കർമ്മങ്ങൾ വിധിച്ചിരിക്കുന്നത്? ചിത്തസ്യ ശുദ്ധയേ.
ചിത്തശുദ്ധിക്ക്, അന്ധകരണ ശുദ്ധിക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. അല്ല വസ്തു ഉപലബ്ധയെ, പരമമായ സത്യത്തെ സാക്ഷാത്കരിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? രണ്ടും ഘടകവിരുദ്ധമാണ്. ഇന്നലെ ഇരുട്ട് പോയി, സൂര്യഭഗവാന് ഹസ്തദാനം കൊടുത്തിട്ട് വന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ബോത്ത് കനോട്ട് കോ എക്സിസ്റ്റ്. ഇതുപോലെയാണ് കർമ്മങ്ങൾക്ക് മുഴുവൻ കാരണമാകുന്ന അജ്ഞാനമാണ്. അജ്ഞാനജന്യമായ അഹങ്കാരത്തിൽ നിന്നാണ് എല്ലാ കർമ്മങ്ങളും ഉണ്ടാകുന്നത്. പിന്നെ ആ കർമ്മം കൊണ്ട് എങ്ങനെ ജ്ഞാനം ഉണ്ടാവുക? പിന്നെ എന്തിനാ കർമ്മം വിധിച്ചിരിക്കുന്നത്? അന്ധക്കരണ ശുദ്ധിക്ക്. അതാണ് കർമ്മയോഗം. ചേതസാ സർവകർമാണി മയി സന്യസ്യാന്ന് മുമ്പേ പറഞ്ഞില്ലേ? അത് തന്നെ കർമ്മയോഗം. അത് കർമ്മത്തെ എനിക്കിതൊന്നും ഇതെന്നെ മമ, ഇതെന്നെ മമ, ഇതൊക്കെ ഒക്കെ ത്വദർപ്പജമാതാക്കിയിട്ട് ഞാനും കാക്കൽ വീണു. ഈ ഭാവത്തിൽ ഇങ്ങനെ കർമ്മങ്ങൾ ചെയ്ത് ഞാൻ എൻ്റെ ഭാവങ്ങൾ കുറയണം. അതാണ് നമ്മെ വലയ്ക്കുന്നത്. നേരത്തെ പറഞ്ഞ വിവേക ചൂടാമണിയിൽ സൂചിപ്പിക്കും, ആത്മബോധമാകുന്ന നിധി പ്രാപിക്കാൻ അടുക്കാൻ സമ്മതിക്കാതെ അഹങ്കാരമാകുന്ന സർപ്പം അതിനിങ്ങനെ വലം വെച്ച്, എത്ര തലയുണ്ട്? 5 തലയുള്ള സർപ്പം ഇങ്ങനെ ചുറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. ഇല്ലേ, നരകാസുരന്റെ അവിടുത്തെ ഒരു മുരനെ ഓർമ്മയില്ലേ? അതുപോലെ. ആരാ മുരൻ? നമ്മുടെ ഉള്ളിലിരുന്ന് ഞാൻ എന്ന് പറയുന്ന മുരണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ അഹങ്കാരമാണ് അവിടെ. അതിന് എന്ത് ചെയ്യണം? ഭഗവാന്റെ കയ്യിലെ ഒരു നിമിത്തമാകാൻ കഴിഞ്ഞെങ്കിൽ അതാണ് വംശിയുടെ, അല്ലേ? എന്താ വംശി? ഓടക്കുഴലിനോട് ചോദിച്ചു, നിനക്ക് എങ്ങനെ ഈ ഭാഗ്യം കിട്ടി എൻ്റെ ഓടക്കുഴൽ കുട്ടാ? വെറുതെ ഒന്നും അല്ല, പിന്നെ കുറെ അധികം ത്യാഗം ഞാൻ സഹിച്ചു. കാട്ടിലെ പാഴ്മുളം തണ്ടായിട്ട് കിടക്കുകയായിരുന്നു ഞാൻ. ആരോ വന്ന് എന്നെ വെട്ടി മുറിച്ചു. അപ്പോഴും ഞാൻ സഹിച്ചു. അത് കഴിഞ്ഞപ്പോഴോ അതിൻ്റെ ഷേപ്പിലൊക്കെ ആക്കിയിട്ട് ഓരോ ഓട്ടകളായിട്ട് അതിലങ്ങോട്ട് ഇടാൻ തുടങ്ങി. ഓരോ തവണയും ഞാൻ സഹിച്ചു. എന്തുകൊണ്ട്? ഭഗവാന്റെ കയ്യിലെ ഒരു ഉപകരണമാകാനല്ലേ സഹിച്ചു. അതിൻ്റെ ഫലമായിട്ടാണ് എനിക്ക് പാട്ടിൻ്റെ പാലാഴി വഹിക്കാൻ സാധിച്ചത്. പാട്ട് ഓർമ്മയുണ്ടല്ലേ? കാട്ടിലെ പാഴ്മുടം തണ്ടിൽ നിന്ന് ആരുടെ പാട്ടാ കേൾക്കുന്നത്? ഭഗവാന്റെ പാട്ട്. പക്ഷെ ഏതിൽ കൂടി വരുന്നു? എന്നിൽ കൂടി. അത് വഹിക്കാനൊരു ഭാഗ്യം, ഇതാണ് നമുക്ക് കിട്ടുക. അർജുനോട് ഭഗവാൻ സ്പഷ്ടമായിട്ട് പറഞ്ഞു ഭഗവത്ഗീതയില്, നിമിത്തമാത്രം ഭവ, യു ബി ആൻ ഇൻസ്ട്രുമെന്റ്, ഐ നോ ഹൗ ടു ഹാൻഡിൽ. നീ എനിക്ക് സമർപ്പിക്കൂ, അത് കഴിഞ്ഞാൽ നിന്റെ ശരീര മനോബുദ്ധ്യാദികളെ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് അപ്പോൾ നമ്മൾ രക്ഷപ്പെട്ടു. അതാണ് ഇവിടെ പറഞ്ഞത്. എത്രയോ തീർത്ഥാടനം നടത്തിയാലും പ്രതിമാദികളിൽ പൂജ ചെയ്താലും ദയവേത് തെറ്റിദ്ധരിക്കരുതേ, ഭാഗവത്തിലേത് തന്നെയാണ് പറയുന്നത്. നമ്മുടെ അഭിപ്രായമൊന്നുമല്ല, നമുക്കൊരഭിപ്രായവും ഇല്ല പറയാൻ. ഇതൊന്നും വ്യർത്ഥമാണെന്നല്ല പറഞ്ഞു. പിന്നെന്താ പറഞ്ഞത്? മുമ്പേ പറഞ്ഞു, തേ പുനന്തി ഉരുകോലേന. അവയൊക്കെ സമർത്ഥമാണ് നിങ്ങളെ ശുദ്ധീകരിക്കാൻ. പക്ഷെ എന്താ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ, ഭാഗവതത്തില്ലാത്ത ഒരു വാക്ക് പറഞ്ഞാൽ റിസ്ക് ഉണ്ട് അതില്. എന്ത്? നേരത്തെ മുമ്പ് പറഞ്ഞ പോലെ ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി പോരണ്ടായി. അതിനെന്ത് വേണം? അറിവ് തന്നെ നേടണം. അവരെന്ത് വേണം? ഉപാസന കൊണ്ടൊന്നും കാര്യമില്ല. സൂര്യനെയോ ചന്ദ്രനെയോ ഇതിനെ ഒന്നൊക്കെ. പിന്നെന്താ വേണ്ടത്? വിവക്ഷിത മുഹൂർത്ത സേവയാ ഗ്രന്ഥി. അതാണ് പറഞ്ഞത്, ദർശനാദേവ. മഹാത്മാക്കളുടെ ഒരു ദർശനം കൊണ്ട് സ്പർശനം പോലും വേണമെന്ന് പറഞ്ഞില്ല. അവരെ പോയി കാലേ തൊട്ട് നമസ്കരിക്കും ഒന്നും വേണ്ട, ദൂരെ ഇരുന്നാ മതി. നോക്കൂ, ഗുരുവായൂർ പോയിട്ട് ഭഗവാന്റെ അടുത്ത് പോകാൻ പറ്റില്ല. അവിടെ ചെന്നപ്പോൾ അവർ ഇങ്ങോട്ട് പിടിച്ചു തള്ളി. ദൂരെ ആ ഒരു, എനിക്ക് മനസ്സുകൊണ്ടെങ്കിലും ആ ഒരു ഇത് വന്നാൽ മതി.
ഉറപ്പായിട്ട് സൂചിപ്പിക്കുന്നു. ദർശനാദേ, ഇത് എത്രയോ ഉദാഹരണങ്ങളുണ്ട്. നമ്മുടെ പൂജ്യ ഗുരുദേവൻ ചിന്മയാനന്ദ സ്വാമിജി ബാലകൃഷ്ണമേനോനായിട്ട് നടക്കുന്ന കാലത്ത് ഭഗവാൻ രമണ മഹർഷിയുടെ ഒരു നോട്ടം കിട്ടിയതേ ഉള്ളൂ. മാറിപ്പോയി. അവിടെ പോയിട്ട് ഗുരുദേവൻ തന്നെ എഴുതിയ വാചകം ഇംഗ്ലീഷിൽ പറയാം. The young man who got out of the hole was not the young man who entered the hole. ആ ഹോളിലേക്ക് പ്രവേശിച്ച ചെറുപ്പക്കാരനായിരുന്നില്ല. See the transformation. ഒറ്റ ഒരു നോട്ടം. ഭഗവാൻ ഇങ്ങനെ തല തിരിച്ചപ്പോൾ കണ്ണുകൾ ഇല്ല. നമ്മളിങ്ങനെ തല തിരിക്കുമ്പോൾ എത്ര കണ്ണുകളാണ് നമ്മുടെ കണ്ണിലേക്ക് വരുന്നത്. ഇതുപോലല്ല മഹാത്മാക്കളുടെ കണ്ണുകൾ, അതുപോലല്ല. അങ്ങനെ എത്രയോ പേർക്ക് അനുഭവം. നിത്യ ചൈതന്യം എഴുതിയിട്ടുണ്ട്. സാഹിബന്മാര്, ബ്രണ്ടൻ, പലരും ഉണ്ട്. അപ്പൊ ഈ ദർശനാദേവ സാധവഹ എന്ന് ഭാഗവതം പറയുന്നത് അതിശയോക്തിയാണ് എന്ന് ചിന്തിക്കരുത്. ഇന്ന് നമ്മോടൊപ്പം ഇതൊക്കെ പൂജ്യ ഗുരുദേവനൊക്കെ നേരിട്ട് പറയുന്നത് നമ്മൾ കേട്ടിട്ടുള്ളതാണ്, നമ്മളോട് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ആ ഒരു മാറ്റം. സന്യാസിമാരൊക്കെ കള്ളന്മാരാണ് എന്ന് പ്രൂവ് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ പോയതാണ് ഋഷികേശില് ശിവാനന്ദ സ്വാമിജിയുടെ അടുത്ത്. സ്വാമിജിയോട് ഇന്ന് നേരെ എന്ന് പറഞ്ഞു, ഐ ഹാവ് കം ഫോർ ദിസ്. ഓക്കെ, സിറ്റ് ഡൗൺ. 2 ദിവസം കഴിഞ്ഞില്ല, ടോട്ടൽ ട്രാൻസ്ഫോർമേഷൻ. എന്നെ സന്യാസിയാക്കുന്നു അങ്ങോട്ട്. കാരണം കുറേ മിഥ്യാധാരണകളുമായിട്ടാണ് നടന്ന ബാലകൃഷ്ണ മേനോൻ. പക്ഷെ പൂർവ്വജന്മ സംസ്കാരം ഉണ്ടായിരുന്നത് കൊണ്ട് അവിടെ ചെന്നപ്പോൾ തീർന്നു. ദർശനാദേവ. അപ്പൊ മറക്കരുത് ആ 2 വാക്ക്, ദർശനാദ് ഏവ സാധവഹ. മഹാത്മാക്കളുടെ ഒരു ദർശനം മാത്രം. അത് തന്നെയാണ് അടുത്ത ശ്ലോകത്തിലും സൂചിപ്പിച്ചത്. മുഹൂർത്ത സേവയാ, ഒരു ശുശ്രൂഷ. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു. ഒരു ശുശ്രൂഷയാണ് നമ്മെ അധ്യായം വായിച്ചപ്പോൾ അദ്ദേഹം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് എന്താ, മഹാത്മാക്കളെ ബഹുമാനിക്കാത്തവരൊക്കെ അടുത്ത ശ്ലോകത്തിൽ സൂചിപ്പിക്കുക, വായിച്ചു പറയാൻ സമയമില്ല. അവരൊക്കെ പശ്വാദികൾക്ക് തിന്നാൻ വേണ്ടുന്ന പുല്ല് മുതലായ ചുമടുകൾ എടുത്ത് നടക്കുന്ന കഴുതകൾക്ക് തുല്യമാകുന്നു. ഇനി ആരെങ്കിലും കഴുതയെന്ന് വിളിക്കുമ്പോൾ ഒക്കെ ഓർത്തോളൂ എന്നർത്ഥം. ഭഗവത് വേറെ പറഞ്ഞിട്ടുണ്ട് കഴുതയുടെ കാര്യമൊക്കെ. ഉർവശിയുടെ കഥ പറയുന്നിടത്തൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. കരതാടിതഹ എന്ന് തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഭഗവാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടപ്പോഴ് നമ്മളെപ്പോഴുള്ള സാധാരണക്കാർ പറഞ്ഞാൽ വേണ്ടല്ലോ, ഇത് ആരാ മഹാത്മാക്കളുടെ മഹിമ പറയുന്നത്? സാക്ഷാൽ ഭഗവാൻ തന്നെ. മുനിമാർക്കൊന്നും മിണ്ടാൻ കഴിഞ്ഞില്ല. തൂഷ്ണീമാസൻ, അവർക്ക് വിശ്വസിക്കാൻ കഴിയും ഭഗവാനാണോ ഈ പറയുന്നത്. അപ്പം ഭഗവാൻ ആരെയാണ് പൂജിക്കുന്നത്? മഹാത്മാക്കളെയാണ്. അതുകൊണ്ടാണ് ബ്രഹ്മണ്യം. ബ്രഹ്മണ്യം എന്ന് പറഞ്ഞാൽ ബ്രഹ്മജ്ഞാനികളെ, വെറുതെ ബ്രാഹ്മണർ എന്ന് മാത്രം പറയരുത്, അത് തെറ്റിദ്ധരിക്കപ്പെടുന്നത്. ബ്രഹ്മജ്ഞാനികളെ ആദരിക്കാനുള്ള, ബഹുമാനിക്കാനുള്ള ഒരു മനസ്സ് അതുള്ളവരെയാണ്, അത് നന്നായിട്ടുള്ളവരെയാണ് സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നത്. സൂചിപ്പിച്ചു. പക്ഷെ അവർക്ക് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് അവര് ഭഗവാനോട് ആരടാ പറഞ്ഞത്? ജഗദ്ഗുരും തം. സത്യകാര്യത്തിലാണ് സാക്ഷാൽ ജഗദ്ഗുരുവായ അല്ലേ, കൃഷ്ണം വന്ദേ ജഗദ്ഗുരും നമ്മളും ജപിക്കുന്നു. ഉപയോഗിച്ച വാക്കാണ്. ജഗദ്ഗുരുവായ ഭഗവാനെ പറഞ്ഞു, ഭഗവാനെ ഇതൊക്കെ അങ്ങയുടെ വിജയഷ്ഠിതം. നേരത്തെ ഇവിടെ ഒരാൾ സൂചിപ്പിച്ചു, അത്യന്ത വിഡംബനം. ഭാഗവത്തിൽ ആവർത്തിച്ച് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. ഇതൊക്കെ ഭഗവാന്റെ ഒരു ലീലയാണ്. ഭഗവാൻ എന്തിനു വേണ്ടിയിട്ട് ലീല നടത്തുന്നു? ഒരു വലിയ ചിന്താ വിഷയമാണ്. എന്നിട്ട് മായയും അല്ലേ, ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞില്ല, നീയല്ലോ മായയും മായാവിയും മായയ്ക്കും, അതും സൂചിപ്പിച്ചു. ഇതൊക്കെ ആ മായ ആരുടെ കസ്റ്റഡിയിലാണ്, ആരുടെ നിയന്ത്രണത്തിലാണ്? ദൈവീ ഹ്യേഷ ഗുണമയി മമ മായ ദുരത്യയ. ഭഗവത്ഗീതയിൽ ഉറപ്പിച്ചു എന്ന് പറഞ്ഞു. ആരുടെയാണ് മായ? മൈ ഓൺ മായ, എന്റെ മായ. ദുരത്യയ, കടന്നു കിട്ടാൻ പ്രയാസമാണ്. അതിനെന്താ വഴി? മാം ഏവ യപ്രപദ്യന്തേ. ആരാണോ എന്നെ മാത്രം, അവിടെ മാത്രം എന്നൊരു വാക്കുണ്ട്, ശ്രദ്ധിക്കണേ.
ആരാണോ എന്നെ ശരണം പ്രാപിക്കുന്നത് എന്നല്ല പറഞ്ഞത്, പിന്നെ മാം ഏവ, ശ്രദ്ധിക്കൂ, ആരാണോ എന്നെ മാത്രം, അല്ലേ? എന്താ പറഞ്ഞ പോലെ പലതിനിടയ്ക്കൊരു ചിന്ത, അവിടെ വരെ പോവാം, കിട്ടിയാ കിട്ടി, ഇല്ലെങ്കിൽ വേണ്ട, ഒന്നുമില്ല, നല്ലൊരു ഭക്ഷണം തരപ്പെടുമല്ലോ ഏതായാലും, ഉറപ്പിക്കൂ, ആ ഭഗവാനെ മുറുകെ പിടിച്ചോ. മാം ഏവ യപ്രപദ്യൻ, അവിടെ നമ്മുടെ ഗുരുദേവൻ ഉപയോഗിക്കുന്ന വാക്ക് യൂണിവേഴ്സൽ പ്രോനൗൺ ആണ്. അവിടെ ജാതി പറഞ്ഞില്ല, മതം പറഞ്ഞില്ല, കാലം പറഞ്ഞില്ല, ദേശം പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. പിന്നെ യഹ യൂണിവേഴ്സൽ പ്രോനൗൺ ആണ്. യാതൊരാൾ, കാലമോ ദേശമോ പ്രസക്തിയല്ല, സ്ത്രീയാണോ പുരുഷനാണോ എന്ന് പ്രസക്തമല്ല, പിന്നെ യാതൊരാൾ. ഭഗവത്ഗീതയിലും ശ്രീമദ് ഭാഗവതത്തിലും മുഴുവൻ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഈ യഹ എന്ന യൂണിവേഴ്സൽ പ്രോനൗൺ ആണ്. ആരിത് ചെയ്യുന്നുവോ കിട്ടിയിരിക്കും. അല്ലാതെ ഏതെങ്കിലും ഒരു പ്രത്യേക കാറ്റഗറിക്ക് വേണ്ടിയിട്ട് ഇത് വെച്ച് പിന്നെ നമ്മളൊക്കെ പറഞ്ഞുണ്ടാക്കിയതാണ്, ഞങ്ങളെപ്പോലുള്ളവർക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ, നിങ്ങൾക്കൊന്നും അതിനായിട്ടില്ല, സമയമായില്ല പോലും. നോൺസെൻസ്. ഭാഗവതം ഭഗവത്ഗീതയും പറഞ്ഞിട്ടില്ല, നമ്മളെപ്പോലുള്ള കുറച്ച് പേരൊക്കെ പറഞ്ഞ് ഉണ്ടാക്കിയതാണ്. ശ്രദ്ധിക്കൂ, ഇത് ഉറക്കണം നമുക്ക്. എന്തുകൊണ്ട് നമുക്ക് ഇന്ന് സാധിക്കുന്നില്ല എന്ന് ചിന്തിച്ചാൽ, വേണ്ടത്ര ശ്രമം എൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. ഉറപ്പിക്കുന്നു. കുറെ കാലമായിട്ട് ഞാനിങ്ങനെ കയറി ഇറങ്ങി സത്സംഗത്തിനും ഒക്കെ, എന്തിനോ വൃഥാ കാലം കളയുന്നു, സത്സംഗത്തിന് പൊയ്ക്കൊള്ളുവിനെല്ലാരും. അല്ല, ഞങ്ങൾ കേട്ടിരിക്കുന്ന വൈകുണ്ഠത്തിന് പൊയ്ക്കൊള്ളുവിന്, അതത്ര എളുപ്പമല്ല. അതുകൊണ്ട് നമ്മൾ മാറ്റി എഴുതി, എന്ത്, സത്സംഗത്തിന് പൊയ്ക്കൊള്ളുവിനെല്ലാവരും. അത് മാത്രമേ നിവൃത്തിയുള്ളൂ. സത്സംഗലബ്ധയാഭക്തി നേരത്തെ പറഞ്ഞു. എന്തുകൊണ്ട്? സത്സംഗം ഇപ്പൊ വായിച്ചപ്പോ കേട്ട ഭാഗത്താണ്. സത്സംഗം എന്താ പ്രത്യേകത? സർവസംഗാപഹം, എല്ലാ സംഘങ്ങളെയും നിർമാനമോഹ നിജ സംഘദോഷ, സംഘദോഷം ഇല്ലാതാണ്. എന്തുകൊണ്ട്? ധ്യായതോ വിഷയാൻ പുംസഹ സംഘസ്തേഷു ഉപജായതേ, വിഷയാൻ ധ്യായത ചിത്തം വിഷയേഷു വിഷജ്യത. ബുദ്ധവരോട് പറയുന്നത്. പിന്നെയോ, എന്നെ മാത്രം സ്മരിക്കുന്നവരോ അവരെന്നിൽ എത്തും. അവർക്ക് പിന്നെ മാം ഉപേത്യത കൗന്ദേയ പുനർജന്മ ന വിദ്യതേ. എത്ര സ്ഥലങ്ങളിലാണ് ഭഗവത്ഗീതയിലും ഭാഗവതത്തിലും ഇത് തന്നെ ഓർമ്മിപ്പിക്കുന്നത്. അവിടുന്ന് ഇവിടുന്ന് രക്ഷപ്പെടണമെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ. എന്ത്? ഭഗവാനിൽ ഭക്തി ഉറയ്ക്കൂ. അതിന് തടസ്സമായിട്ട് നിൽക്കുന്ന അഹന്ത മമതാദികളെ ത്യജിക്കാൻ കഴിയട്ടെ. മുഴുവൻ സാധനയായിട്ട് ചെയ്യുമ്പോഴാണ് ഒരു സാധകന് സാധ്യത്തിൽ എത്താൻ സാധിക്കുന്നത്. അതിനെന്ത് വേണം എന്ന് സൂചിപ്പിച്ചു ഭഗവാൻ. ഒരു ജപിക്കാനുള്ള ഒരു മന്ത്രം അവർ പറഞ്ഞു. നമസ്തസ്മൈ ഭഗവതേ കൃഷ്ണായ അകുണ്ഠമേധസേ സ്വയോഗമായ ഛന്നമഹിംനേ പരമാത്മനേ. ഛന്നമഹിംനേ എന്നാണ് പറഞ്ഞത്. ഛന്നെന്ന് ഉപയോഗിച്ച ഒരു വാക്ക് ഹരിതാമകീർത്തനത്തിൽ ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഛന്നത്വമാർന്ന കനൽ പോലെ നിറഞ്ഞുലകിൽ മിന്നുന്ന നിൻ മഹിമ ആർക്കും ധരിക്കരുത്. അത് തന്നെയായിട്ട് ഉപയോഗിച്ച വാക്ക്. മറയ്ക്കപ്പെട്ട മഹിമാവോടുകൂടി. അങ്ങനെയുള്ള ഭഗവാനെ എങ്ങനെ ഞങ്ങൾക്കറിയാൻ സാധിക്കും? 6 ഗുണങ്ങളും തികഞ്ഞവനാണ്. അങ്ങനെയുള്ള ഭഗവാനെ നമസ്കരിച്ചു. അതുകൊണ്ട് ആ യോഗമായാകുന്ന ഒരു തിരശീലയുണ്ട്. മായാജവനികാച്ഛന്നം. ഇത് എവിടെയെങ്കിലും കേട്ട ഓർമ്മയുണ്ടോ? വെരി ഗുഡ്, വെരി ഗുഡ്. യവനിക മലയാളമാണ്, ജവനിക മായാജവനികാച്ഛന്നം. അത് തന്നെ ഇവിടെയും ഉപയോഗിച്ചു. അതുകൊണ്ട് എന്ത് വേണം? ഭഗവാനെ ആശ്രയിക്കൂ. മായയെക്കുറിച്ച് കൂടുതൽ പഠിക്കാതെ പരമമായ സത്യത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കൂ. അപ്പോൾ ആ ഭഗവാനിൽ എത്താം. എന്നിട്ട് അവര് അവസാനം പറഞ്ഞു നിർത്തിയത് അതാണ്, ഞങ്ങൾക്ക് ഭക്തി ഉണ്ടാകാൻ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. അപ്പോഴാണ് വസുദേവർ, അദ്ദേഹത്തിന്റെ വകയായിട്ട് ചില വസുദേവയജ്ഞം എന്നാണ് ഈ അധ്യായത്തിനുള്ള മറ്റൊരു പേര് തന്നെ. അപ്പൊ വസുദേവർ പ്രാർത്ഥിച്ചു. കർമ്മണ കർമ്മ നിർഹാരോ യഥാസ്യാന്യസ്തദുച്യതാം. കർമ്മം കൊണ്ട് എങ്ങനെ കർമ്മത്തെ നേരിടാം. നല്ലൊരു ഭാഷ പറഞ്ഞാൽ ഓർക്കാൻ എളുപ്പം. കർമ്മരോഗത്തിന് കർമ്മ ചികിത്സ. എന്താ കർമ്മം? കർമ്മരോഗം. കർമ്മം ചെയ്യുക, ഫലം അനുഭവിക്കുക, കർമ്മം ചെയ്യുക, ഫലം അനുഭവിക്കുക. അതാണ് നേരത്തെ പറഞ്ഞ സംസാരം.
അതിനെന്താ പിന്നെ ഒരു വഴി? ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണേവഹി സ്വീകൃതോസി. ഞാൻ ഭാഗവത്തെ സ്വീകരിച്ചു എന്നല്ല അവിടെ പറഞ്ഞത്, പിന്നെ ഭാഗവതം ഹാസ് ബീൻ അക്സെപ്റ്റഡ് ബൈ മീ. ഭാഗവതൻ എന്നാൽ സ്വീകരിക്കപ്പെട്ടു. വ്യത്യാസമുണ്ട് പാസീവ് വോയിസ് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? മുക്തിയർത്ഥം ഭാഗവത്തെ സമീപിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കണം? അജ്ഞാന നിരാസത്തിന് വേണ്ടിയിട്ടായിരിക്കണം. അതാണ് അടുത്ത പ്രാർത്ഥന. ആരോട്? ശുഖരൂപ പ്രബോധജ്ഞ. എങ്ങനെ ഇരിക്കുന്ന ആള്? ഭാഗവതം പഠിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമായില്ല, പിന്നെ ആരായിരിക്കണം? ആചാര്യൻ സർവശാസ്ത്ര വിശാരദ. കാരണം എല്ലാ ശാസ്ത്രങ്ങളും പഠിച്ചെങ്കിലേ പല ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ സാധിക്കൂ. എന്താ പ്രാർത്ഥന? ഏതത് കഥാപ്രകാശേന, ഈ കഥകളെ പറയുക വഴി മതജ്ഞാനം വിനാശയ. ഇതാർക്ക് സാധിച്ചു? ശ്രീപരീക്ഷത്തിന് സാധിച്ചു. അതാണ് പറഞ്ഞത്. അല്ലേ? ഒറ്റ ചോദ്യം ചോദിച്ചുള്ളത്. പലതും കേൾക്കണം എന്ന് പരീക്ഷിച്ച് അങ്ങോട്ട് പറഞ്ഞതല്ലാതെ സദ്ഗുരുനാഥൻ ശ്രീ ശിവബ്രഹ്മർഷി ഒരിക്കലും തിരിച്ചു ചോദിച്ചില്ല. ഒറ്റ ചോദ്യം. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ നെവർ ബിഫോർ നെവർ ആഫ്റ്റർ. പിന്നെ അതിന് മുമ്പ് ചോദിച്ചില്ല, അതിന് ശേഷം ചോദിക്കേണ്ടതായിട്ട് വന്നില്ല. എന്തുകൊണ്ട്? ഭഗവാനെ അങ്ങയുടെ കാരുണ്യം കൊണ്ട് ഞാൻ എത്തേണ്ടടുത്ത് എത്തി, എന്നെ പോകാൻ അനുഗ്രഹിക്കൂ. ഇതാണ് നമ്മൾ ഇന്നാണോ നാളെയാണോ എന്നറിയില്ല വായിക്കാൻ പോകുന്ന 12ാമത്തെ സ്കന്ധത്തിലെ 5ാമത്തെ അധ്യായം, ബ്രഹ്മോപദേശം. അധ്യാത്മരാമായണത്തിൽ എവിടെയാണ് വാക്ക് വരുന്നത്? ബ്രഹ്മോപദേശത്തിന് ദുർലഭം പാത്രം ഇവൻ, ബ്രഹ്മജ്ഞാനാർത്ഥികളിൽ ഉത്തമോത്തമനടോ. ഭഗവാൻ കല്യാൺ സ്വാമിയെ കുറിച്ച് ഭഗവാന്റെ റെക്കമെൻഡേഷനാണ്. വേറെ ആർക്കാ ഇങ്ങനെ റെക്കമെൻഡേഷൻ കിട്ടിയിരിക്കുന്നത്? ബ്രഹ്മജ്ഞാനാർത്ഥികളിൽ ഉത്തമനാണെന്നല്ല പറഞ്ഞു. പിന്നെ ഉത്തമന്മാരൊരു ഹാൻഡ്ഫുൾ കാണും. അതിൽ ഉത്തമന്മാരിൽ വെച്ച് ഏറ്റവും ഉത്തമൻ. അപ്പൊ മനുഷ്യജന്മം എന്തിനു വേണ്ടിയിട്ടായിരിക്കണം? ജ്ഞാനപ്രാപ്തിക്ക്, അറിവ് നേടാൻ. എന്തുകൊണ്ട്? നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അജ്ഞാനമാണ്. എന്തജ്ഞാനം? ഞാനല്ലാത്ത ഞാനിനെ ഞാനെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുക. എളുപ്പം മനസ്സിലാകുന്ന ഭാഷയാണ്. എന്താ പറഞ്ഞ? ഞാനല്ലാത്ത ഞാനിനെ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുക. നമ്മളൊക്കെ ചെയ്യുന്നത് തന്നെ. ഒരു ദിവസം എത്ര തവണ പറയുക? അപ്പൊ ശരിയായ ഞാൻ ആരാണ്? ആ ചൈതന്യം തന്നെയാണ്. ആ ചൈതന്യം തന്നെയാണ് എൻ്റെ സ്വരൂപം. നേരത്തെ ഇവിടെ നമ്മൾ സംസാരിച്ചു പോലെ സ്വരൂപത്തിൽ നിന്നുണ്ടായി വന്നതാണ്, സെൽഫ് അക്വയർഡ് ആണ് സ്വഭാവം. 2 വാക്ക് ശ്രദ്ധിക്കുന്നത്. സ്വരൂപം, സ്വഭാവം. സ്വഭാവം എവിടുന്ന് വന്നു? നമ്മളായിട്ട് ഉണ്ടാക്കിയെടുത്തതാണ്. ഈ വീട് എങ്ങനെ കിട്ടി? അത് ഞങ്ങൾ ഉണ്ടാക്കിയ വീടാ അല്ലേ? ഇതുപോലെ നമ്മൾ ഉണ്ടാക്കിയെടുത്തതാണ് നമ്മുടെ സ്വഭാവം മുഴുവൻ. അതുകൊണ്ട് അത് ആര് മാറ്റണം? മാറ്റാനുള്ള ഉത്തരവാദിത്വവും ഒക്കെ ആർക്കാണ്? നമുക്ക് ഓരോരുത്തർക്കും തന്നെയാണ്. അതുകൊണ്ടാണ് ഗോപികമാർ പ്രാർത്ഥിച്ചത്. എന്ത്? ഭഗവാൻ എനിക്ക് ഞങ്ങൾക്ക് പതിയായിട്ട് വരണമെന്നല്ല പ്രാർത്ഥിച്ചത്, പിന്നെ എനിക്ക് പതിയായിട്ട് വരണം എന്നാണ്. കാരണം ഓരോ ജീവന്റെയും പ്രശ്നമാണ് ഈ അജ്ഞാനം. അതുകൊണ്ട് ഓരോ ജീവനും ഭഗവാനെ കുറിച്ച് അറിഞ്ഞ് ഭഗവാനിലെത്തണം. ഇതാണ് കർമ്മണ കർമ്മ നിർഹാരഹ. കർമ്മം കൊണ്ട് എങ്ങനെ കർമ്മത്തെ ഇല്ലാതാക്കാം എന്ന് സൂചിപ്പിച്ചു. പിന്നെ വളരെ വിശദമായ ഒരു ചർച്ച അവിടെ കാണാം. ആ അധ്യായത്തിൽ നമ്മൾ ഇനി അതിൽ കൂടുതൽ ചർച്ച ചെയ്യാൻ സമയം അനുവദിക്കാത്തത് കൊണ്ട് അടുത്ത വിഷയത്തിലേക്ക് കിടക്കാം. 89 അതിനിടയ്ക്ക് ഭൃഗു പരീക്ഷ വരുന്നുണ്ട്. വിഷ്ണു മഹത്വ സ്ഥാപനം സൂചിപ്പിക്കുന്നുണ്ട്. നാരായണീയത്തിലെ 90ാം അധ്യായം വിഷ്ണു മഹത്വ സ്ഥാപനം എന്നാണ് അതിൻ്റെ വിഷ്ണു. അത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഭൃഗു മഹർഷിയെ വിട്ടതും ഉറപ്പിച്ചതും അത് സൂചിപ്പിച്ചു. അത് കഴിഞ്ഞ് രുദ്രമോക്ഷണം, മഹാദേവനെ ശൗനകയെ എങ്ങനെയാണ് രക്ഷിച്ചതെന്ന് സൂചിപ്പിച്ചു. അത് കഴിഞ്ഞാണ് 89ാമത്തെ അധ്യായത്തിലെ
സന്താനഗോപാലൻ. അതിലാണ് ആദ്യം ഭൃഗു പരീക്ഷ. ആദ്യത്തെ 21 ശ്ലോകങ്ങളിൽ ആ ഭൃഗു പരീക്ഷയാണ് സൂചിപ്പിച്ചത്. പക്ഷെ നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം ഇനിയും, കാരണം 20 മിനിറ്റേ ഉള്ളൂ. സന്താനഗോപാലൻ കഥയൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് ആ കഥയെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. എങ്കിലും ഈ അധ്യായത്തിലെ ആ ഭാഗം നമുക്ക് ശ്രദ്ധിക്കാം. നേരത്തെ പറഞ്ഞു 21-ാമത്തെ ശ്ലോകം മുതലാണ് ആ കഥ ആരംഭിക്കുന്നത്. ഏകദാ ദ്വാരവത്യാന്തൂ വിപ്രപത്ന്യാ കുമാരകഃ ജാതമാത്രോ ഭുവം സ്പൃഷ്ട്വാ മമാര കില ഭാരത. അവിടെ പരീക്ഷനെ അഡ്രസ് ചെയ്തത് തന്നെ ഭാരത എന്നാണ്. ആരാ ഭാരതൻ? ഭരതവംശജൻ എന്നൊരർത്ഥം, രണ്ടാമത് ഭാരതത്തിലുണ്ടായ ആളെന്നൊരർത്ഥം. എന്തുകൊണ്ടാണ് നമുക്ക് ഭാരതം എന്ന് പേര് വന്നത്? ഋഷഭപുത്രനായ ഭരതൻ രാജ്യം ഭരിച്ചപ്പോഴാണ് അതുവരെ അജനാഭം എന്നറിയപ്പെട്ടിരുന്നത് ഭാരതം എന്നറിയാൻ തുടങ്ങിയത്. മൂന്നാമത്തെ അർത്ഥമോ, ഭായിൽ രതിയുള്ളവനാണ്, ഭാര്യയിലല്ല, പിന്നെ പ്രകാശം. ഭ ശബ്ദം സൂചിപ്പിക്കുന്നത് പ്രകാശത്തെയാണ്. എന്തിൻ്റെ പ്രകാശം? അറിവിൻ്റെ പ്രകാശം. അതാണ് ഭാരതൻ എന്നുള്ള വാക്കിൻ്റെ മറ്റൊരു അർത്ഥം. അങ്ങനെ അത് അഡ്രസ് ചെയ്തത് ഭാരതമാണ്. എന്നിട്ട് ഒരു വിപ്രപത്നിക്ക് കുട്ടി ജനിക്കും, ആൺകുട്ടിയായിട്ട് തന്നെ ജനിക്കും. പക്ഷെ ഓരോ തവണ പ്രാർത്ഥിക്കും. ആദ്യത്തെ കൺമണി ആണായിട്ട് പിറക്കും. പക്ഷേ കുട്ടിയുടെ മൃതദേഹവും കൊണ്ട് കൊട്ടാരവാതിൽ വന്നിട്ട് ബ്രാഹ്മണൻ വിലപിക്കും. എന്തുകൊണ്ട്? കുട്ടി മരിച്ച ദുഃഖം അനുഭവിക്കാൻ 2 കാരണമാണ്. ഒന്ന്, മാതാപിതാക്കളുടെ പാപഫലം. സ്വേന പാപ്മന എന്നാണ് ഭാഗവതത്തിൽ പലയിടത്തും സൂചിപ്പിക്കുന്നത്. അവരവരുടെ കർമ്മഫലം. പിന്നൊന്നോ, ഭരണക്കാരുടെ കുഴപ്പം. അന്നത്തെ രാജഭരണത്തിന്റെ ദോഷം. അതുകൊണ്ട് ഉറപ്പായിട്ട് പറഞ്ഞു പഞ്ചത്വം മേഘദോർഭക. അല്ലേ? ഭരണദോഷം കൊണ്ടാണ് എനിക്കിങ്ങനെ സംഭവിച്ചത്. പക്ഷെ ആരും ശ്രദ്ധിക്കുകയില്ല. അദ്ദേഹം കുറച്ച് കഴിയുമ്പോൾ ഡെഡ് ബോഡി കൊണ്ടങ്ങ് പോകും. ഒരു തവണ, അതായത് 9ാമത്തെ കുട്ടി മരിച്ച് അവിടെ കൊണ്ടുവന്നു. അദ്ദേഹത്തിന് ഇനിയിപ്പം ബൈഹാർട്ടായി പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ, കാരണം ചിട്ടാണ് ആയില്ലേ. അതുകൊണ്ട് അതേ പല്ലവി അതേപോലെ അങ്ങോട്ട് പറഞ്ഞു. അർജുൻ അവിടെ ഉണ്ടായിരുന്നു. അർജുൻ ഇങ്ങനെ നോക്കി, കൃഷ്ണൻ അനങ്ങുന്നില്ല, അനിരുദ്ധൻ അനങ്ങുന്നില്ല. ഇവിടെ ഉള്ളവരെല്ലാവരും ഒരുമാതിരി എന്താ ആ വാക്ക് പറയുന്നില്ല. ആണല്ലോ, ഞാനിരിക്കുമ്പോൾ ഏതായാലും ഞാനൊരു യഥാർത്ഥ ക്ഷത്രിയനാണ്. അതുകൊണ്ട് നേരെ അങ്ങോട്ട് ചെന്നിട്ട്, നമ്മൾ ഇംഗ്ലീഷ് പറയുന്ന ഒരു ഫ്രേസില്ലേ, ഇറ്റ് ഇസ് നൺ ഓഫ് യുവർ ബിസിനസ്. ശരിക്കും ഇവിടെ അർജുനന് അതിൽ ഒരു കാര്യമില്ല എന്നർത്ഥം. നേരെ ചെന്നു അങ്ങോട്ട് ഏറ്റെടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇവിടെ ശരിയായ ക്ഷത്രിയന്മാരാരും ഇല്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി ഉണ്ടാകുന്ന കുട്ടിയെ ഞാൻ രക്ഷിക്കാം. അപ്പോഴാ അങ്ങോട്ട് മുഖത്തൊരു ചെറിയൊരു സംശയം. കാരണം എന്തുകൊണ്ട്? സംഘർഷണോ വാസുദേവ പ്രദ്യുമ്നോ ധന്വിനാമര അനിരുദ്ധോ അപ്രതിരഥോ. അനിരുദ്ധൻ? അപ്രതിരഥനായ അനിരുദ്ധൻ. സഹസ്രനാമത്തിൽ ഇത് ചേർന്ന് വരുന്നു. അവർക്കൊന്നും സാധിക്കാത്തതാണോ തനിക്ക് സാധിക്കുന്നത്? അപ്പൊ പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കണേ. നമ്മുടെയൊക്കെ എല്ലാ ജീവാത്മാവിൻ്റെയും അഹങ്കാരത്തിന്റെ പ്രതീകമാണ് അവിടെ അർജുനൻ പറയുന്ന വാക്ക്. നാഹം സംഘർഷണോ ബ്രഹ്മൻ നാ കൃഷ്ണ കാഷ്ണിരേവ. എന്താ പറഞ്ഞത്? ഞാൻ ബലരാമനല്ല, കൃഷ്ണനല്ല, കാഷ്ണി അല്ല എന്ന് പറഞ്ഞാൽ കൃഷ്ണന്റെ മക്കളോ കൊച്ചുമക്കളോ അവരുമല്ല എന്ന്. പിന്നെ ആരാണ് ഞാൻ? അഹം വാ അർജുനോ നാമ ഗാണ്ഡീവം യസ്യ വൈധനോ. ഗാണ്ഡീവധാരിയായ മധ്യമ പാണ്ഡവനാണ് ഞാൻ. ശ്രദ്ധിക്കണേ, ആരെ തൊട്ടാ കളിച്ചത്? നമ്മുടെ ഭാഷ അറിയാണ്. ആരെ തൊട്ടാ കളിച്ചത്? ഞാൻ കൃഷ്ണ ഉഗ്രസേനല്ല എന്നോ, അല്ലെങ്കിൽ ഞാൻ കൃഷ്ണനല്ല. തള്ളിപ്പുറപ്പെടും അഹംബുദ്ധി കൊണ്ട് ബദ കൊല്ലുന്നു നീ.
ഹരിതാമകീർത്തനത്തിൽ ഹരിതാമകീർത്തനമൊക്കെ പഠിക്കുക, അതിലില്ലാത്ത ഒന്നുമില്ല എന്നാണ്. പക്ഷെ പഠിച്ച ഒരാളിൽ നിന്ന് പഠിച്ചെങ്കിലേ അത് മനസ്സിലാവൂ, അല്ലെങ്കിൽ വെറുതെ കുറച്ച് വാക്കുകൾ മാത്രമേ അറിയുള്ളൂ എന്നാണ്. കാരണം അതിൻ്റെ അകത്ത് എഴുതപ്പെടാത്ത ഒന്നുമില്ല. ഹരിതാമകീർത്തനം നന്നായിട്ട് പഠിച്ചാൽ പിന്നെ ഭാഗവതവും ഭഗവത്ഗീതയും ഒന്നും പഠിക്കണ്ട, എല്ലാം അതിലുണ്ട്. പഠിച്ച ഒരാൾ നേരത്തെ പറഞ്ഞ പോലെ സർവശാസ്ത്ര വിശാരദനായ ഒരാളിൽ നിന്ന് തന്നെ അത് പഠിക്കണം, അപ്പോഴേ അതിൻ്റെ വലിപ്പം അറിയുള്ളൂ. അതാണ് ഇവിടെ അർജുനിൽ പ്രകടമായിട്ട് കാണുന്നത്. ഈ രംഗം പലപ്പോഴും നമ്മൾ ചേർത്ത് വെക്കുന്നത് ഭഗവത്ഗീതയുമായിട്ടാണ്. പല ആചാര്യന്മാരും അഭിപ്രായപ്പെടാറുള്ളത് ഈ സമയത്ത് ഭഗവാൻ ഒന്ന് ചിന്തിച്ചു എന്നാണ്. എന്ത്? ഒരു ഡോസ് ഇപ്പം അങ്ങ് കൊടുത്താലോ എന്ന്. എന്ത്? അപ്പോഴാണ് പറയുന്നത് അയ്യോ വരട്ടെ, പണ്ട് ഉപഭോക്തൻ പറഞ്ഞ നേരത്തെ പറഞ്ഞല്ലോ, സമയമായില്ല. ഉറപ്പായിട്ട് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ കുട്ടിയെ എവിടെ കാലനെ ജയിച്ചിട്ട് മൃത്യും വിജിത്യ എന്നാണ് പറഞ്ഞത്. ഞാൻ കുട്ടിയെ കൊണ്ടുതരും, ഇല്ലെങ്കിലോ നേരത്തെ പറഞ്ഞ ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ ഞാൻ അഗ്നിയിൽ ചാടി. പ്രസൂതികാല ആസന്നേ, സമയമെടുത്തു, ഇവരറിയിച്ചു. വന്നിട്ട് അർജുനൻ എന്ത് ചെയ്തു? വിധിപ്രകാരമൊക്കെ കാൽ കഴുകി ദേഹമൊക്കെ ശുദ്ധി വരുത്തിയിട്ട് ഇവിടെ വന്ന് അസ്ത്രമന്ത്രങ്ങളൊക്കെ ജപിച്ചല്ലോ, ദേവതകളെയും ആവാഹിച്ചിട്ട് ഒരു ശരകൂടം നിർമ്മിച്ച് ആ സൂതികാഗ്രഹത്തെ നന്നായിട്ട് രക്ഷിച്ചു. പക്ഷെ എന്ത് സംഭവിച്ചു? സദ്യോ ദർശനമാപേദേ സശരീരോ വിഹായസ. സാധാരണ കുട്ടി ഉണ്ടായാൽ, കുട്ടി മരിച്ചാൽ എന്ത് കിട്ടുമായിരുന്നു? ഡെഡ് ബോഡി എങ്കിലും കിട്ടുമായിരുന്നു. ഇപ്പോഴോ അതെന്താ? ഈ ശരപഞ്ചരത്തിനിടയ്ക്കൂടെ ഇത്തിരി സ്പേസ് ഉണ്ടാക്കി വിഹായസ, ആകാശത്തിലോട്ട് ശരീരത്തോടുകൂടി മറഞ്ഞു. കിട്ടിയ അവസരം ബ്രാഹ്മൺ അങ്ങോട്ട് നന്നായിട്ട് ഉപയോഗിച്ചു അല്ലേ? ശ്രദ്ധേ ക്ലീബകന്ധനം. ഇനി നപുംസകമാണ് കേട്ടോ, ആണും പെണ്ണും കെട്ടവനെ. ഭഗവാൻ ഇത് കേട്ടപ്പോഴാണ് വിചാരിച്ചു, ഇവനെ ഞാനും ഇതുപോലൊന്ന് വിളിക്കുന്നുണ്ട്. എങ്ങനെ? ഇവനെ വലിയ സുഹൃത്തൊക്കെയാണ്, സ്വന്തമാണ്. ഹേ കൃഷ്ണ, ഹേ യാദവ, ഹേ സഖേ എന്നൊക്കെ വിളിച്ച് കൂടെ നടക്കുന്നതാണ്. നേരത്തെ ഉദ്ധവര് പറഞ്ഞ വാക്ക് വിഹാര, ശയ്യ, ആസന ഒക്കെ ഉള്ള ആളാണ്. കാരണം അമ്മാവന്റെ മോനല്ലേ, അതിൻ്റെ ഒരു സ്വന്തത്വം, പിന്നെ ഏതാണ്ട് സമപ്രായമായോണ്ട് അതിൻ്റെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഉണ്ട്. ഭഗവാൻ വിചാരിച്ചു, ഇവനെ ഞാൻ എന്തെങ്കിലും ഈ പേര് ഞാനും ഒന്ന് വിളിക്കുന്നു. അതാണ് ഭഗവത്ഗീത 2-ാം അധ്യായം തുടങ്ങുന്നിടത്ത് ക്ലൈബ്യം ആസ്മഗമപാർത്ഥ, ഞാൻ വലിയ ശ്രേഷ്ഠനാണെന്ന് പറയാൻ ഭഗവാൻ ഇപ്പൊ പറയുമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് കിട്ടിയത് അല്ലേ? ശങ്കരാചാര്യസ്വാമികളുടെ ഭജഗോവിന്ദം എന്ന് പറയുന്ന അതിൻ്റെ ശരിയായ പേര് മോഹമുദ്ഗരം എന്നാണ്. മുദ്ഗരം എന്ന് പറഞ്ഞാൽ ഇരുമ്പൊലക്കാന്ന്, മോഹത്തെ അടിച്ചൊടച്ച് ഇല്ലാതാക്കുന്ന മോഹമുദ്ഗരം. അതുപോലൊരു മുദ്ഗരമായിരുന്നു ഭഗവാന്റെ ഈ വാക്ക്. എന്ത്? ക്ലൈബ്യം ആസ്മഗമ. നീ നപുംസകമായിട്ടാണ്. ഇപ്പോഴാണ് ട്രാൻസ്ജെൻഡർ എന്നൊക്കെ പറയാമായിരുന്നില്ലേ? നിനക്ക് ചേർന്നതല്ലോ. അപ്പോഴാണ് അർജുനൻ ഒരു ഇടി കിട്ടിയതുപോലെ ചിന്തിക്കുക. എന്നിട്ട് കുറച്ചു നേരം കൂടെ കട വാചകമൊക്കെ നമ്മളൊക്കെയാണ് ചെയ്യുന്നത്. അതിന് ആരുടെ പ്രതീകമാണ്? തള്ളിപ്പുറപ്പെടുന്ന അഹങ്കാരവുമായിട്ട് നടക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും പ്രതിനിധിയാണ്. കേൾക്കൂ. നിവൃത്തിയില്ലാതെ വന്നപ്പോൾ പറഞ്ഞു ഭഗവത്ഗീത 2-ാം അധ്യായത്തിലെ 7-ാമത്തെ ശ്ലോകത്തിൽ. എന്ത്? നേരത്തെ പറഞ്ഞു, ശിഷ്യസ്തേഹം ശാധിമാം ത്വാം പ്രപന്നം. ഞാനിതാ ഭഗവാനെ അങ്ങേ ശരണം പ്രാപിച്ചിരിക്കുന്നു, എന്നെ രക്ഷിക്കണേ. ഇത് തന്നെയാണ് ഉദ്ധവരുടെ ശരണാഗതി നമ്മൾ കാണുന്നത്. രണ്ടും ഓഫ് കോഴ്സ് സിറ്റുവേഷൻസ് ആർ ഡിഫറൻറ്റ്. ഈ ശരണാഗതി കൊണ്ട് മാത്രമേ നമുക്ക്, എന്താ ശരണാഗതിക്ക് തടസ്സം നിൽക്കുന്നത്? നമ്മുടെ ഉള്ളിലെ അഹങ്കാരമാണ്. അതിന് കാരണമോ അതുകൊണ്ടാണ് അജ്ഞാനജന്യമായ അഹങ്കാരം എന്ന് പറയുന്നത്. അജ്ഞാനത്തിൽ നിന്നുണ്ടായ
അപ്പൊ ജ്ഞാനം നേടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ശരിയായ ഞാനിനെ അറിയാൻ വേണ്ടിയിട്ട്. ശരിയായ ഞാനിനെ അറിയിക്കുന്ന ശാസ്ത്രമാണ് അധ്യാത്മശാസ്ത്രം. അതുകൊണ്ടാണ് നമ്മൾ പഠിക്കുന്ന എഴുത്തച്ഛൻ എഴുതിയ രാമായണത്തിന് അധ്യാത്മരാമായണം എന്ന് പേര് വരെ. വാൽമീകി രാമായണം ബൃഹത്തായി. എന്തുകൊണ്ട് അധ്യാത്മരാമായണം? അല്ലേ? ഓരോ ജീവനെയും എങ്ങനെ ഉയർത്തി പരമമായ പദത്തിൽ എത്തിക്കാൻ സാധിക്കും. ഏതായാലും അസാരം ചീത്തയൊക്കെ പറഞ്ഞു, സഭ്യമായ ഭാഷയിൽ പറയാവുന്നൊക്കെ അങ്ങോട്ട് പറഞ്ഞു എന്നാണ്. അപ്പൊ അർജുൻ ഞാനിപ്പം മൃത്യുദേവന്റെ പാലസിന്റെ പേരാണ് സംയമനി. നേരെ അവിടെ പോയി അവിടെ എല്ലാം ഒക്കെ കറങ്ങി നടന്നു, പക്ഷെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. അപ്പൊ എന്താ പ്രതിജ്ഞ? സാധിക്കാതെ വന്ന അഗ്നിയിൽ ചാടി അഗ്നിയൊക്കെ കൂട്ടി ഈ 3 തവണ പ്രദക്ഷിണം വെക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കുക, ആരെങ്കിലും വന്ന് പിടിക്കുന്നുണ്ടെങ്കിൽ ചാടാതെ കഴിയാമല്ലോ. തമാശ പറയുന്നതാണ് അല്ലേ? അങ്ങനെയാണല്ലേ നമ്മുടെ വെച്ചാൽ കല്യാണത്തിന് കയറിയാൽ പോലും അങ്ങനെ. കാരണം എന്തുകൊണ്ട്? കല്യാണം കഴിഞ്ഞു എന്നാ പറയുന്നത് അല്ലേ? കല്യാണം ഇതുമൂലം വന്നു കൂടിയിടുമല്ലോ. അവിടെ കല്യാണം എന്നുള്ളതിന് ഒരർത്ഥം എന്താണ്? മംഗളമായതാണ്. അപ്പൊ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അവന്റെ മംഗളമൊക്കെ അതോടെ കഴിഞ്ഞത്, ആ കുഴിയിലോട്ട് വീണു. അവിടെ അതുപോലെ 3 തവണ അഗ്നിസാക്ഷിയായിട്ട് പ്രദക്ഷിണം ചെയ്യുന്നു. ഇവിടെ ഏതായാലും അങ്ങനെ ചാടാൻ ഇങ്ങനെ ആയപ്പോഴാണ് ഒരു കരസ്പർശം അല്ലേ? എന്ന് തിരിഞ്ഞു നോക്കുമ്പോഴാണ് കസ്തൂരി മണക്കുന്നല്ലോ. എന്താ ഒരു സുഗന്ധം വന്നത്! ഭഗവാന്റെ വനമാലയുടെ അപ്പോഴാ കണ്ടത് സാക്ഷാൽ ഭഗവാൻ. ഇതാണ് ഭഗവാന്റെ കാരുണ്യം എന്ന് തിരിച്ചറിയൂ. ഒരിക്കലെങ്കിലും ഭഗവാനെ ആശ്രയിച്ചിട്ടുണ്ടെങ്കിൽ സഹൃദേവ പ്രപന്നായ ഭവാസ്മി ദീജയാചതേ അഭയം സർവഭൂതേഭ്യഃ ദദാമി ഏതത്. ഭാഗവത്തിൽ എവിടെ പറഞ്ഞത് ചോദിക്കരുത്, ഇത് രാമായണത്തിലെയാണ്. വിഭീഷണ ശരണാഗതിയുടെ അവിടെ ഭഗവാന്റെ പ്രതിജ്ഞയാണ് സഹൃദേവ. അത് തന്നെ അജാമിളന്റെ കഥയിൽ യമഭടന്മാരോട് യമദേവൻ പറഞ്ഞ എന്താ ഉദാഹരണം? ഒരു തവണയെങ്കിലും കൃഷ്ണാ ഗുരുവായൂരപ്പ, അതെങ്ങനെ ഇന്ന ഭാവമൊന്നൊന്നുമില്ല. സാങ്കേത്യം, പാരിഹാസ്യം വാ സ്തോഭം, ഹേളനം, വൈകുണ്ഠനാമഗ്രഹണം വെറുതെ ആവില്ല. നമ്മൾ ചുമ്മാ എന്തെങ്കിലും പറയുന്ന പോലെയല്ല. ഭഗവാന്റെ നാമം ഒരിക്കലെങ്കിലും ഉച്ചരിച്ചിട്ടുണ്ടെങ്കിൽ എന്നിട്ട് പിന്നെ ചോദിച്ചു കിം പുനഃശ്രദ്ധയാ. പൂതനയുടെ കഥയൊക്കെ പറയുമ്പോൾ ചോദിക്കും, ഇതാണ് അനുഭവമെങ്കിൽ പൂർണ്ണമായ ശ്രദ്ധയോടുകൂടി ഉറപ്പോട് കൂടിയിട്ട് ഭഗവാനെ ശരണം പ്രാപിച്ചാൽ അവർക്ക് കിട്ടുന്ന, ഭഗവത്ഗീതയിലൊക്കെ ഈ ചോദ്യമുണ്ട്, കിം പുന. ഇതാണ് ഭഗവാന്റെ കാരുണ്യം. ഏന കേനാപ്യുപായേന മന കൃഷ്ണേ, ശ്രദ്ധിക്കണേ, ഏന കേന അപി ഉപായേന. ഫർഗെറ്റ് അബൌട്ട് ദ മീൻസ്. എന്താണ് നിങ്ങൾ ഉപയോഗിച്ച മാർഗം എന്നുള്ളത് മറന്നേക്കൂ. ലക്ഷ്യം എന്താ? ഭഗവാനെ സമീപിക്കുക. എന്നിട്ടാണ് അവിടെ ലിസ്റ്റ് പറയുന്നത്. കാമം കൊണ്ടാണ് ഗോപികമാര് ഭഗവാനെ സ്വീകരിച്ചത്, ഭയം കൊണ്ടാണ് കംസൻ ഭഗവാനെ സ്വീകരിച്ചത്. പിന്നെ അതുപോലെ എല്ലാവരുടെയും ഓരോരുത്തരുടെ വെറൈറ്റി ലിസ്റ്റ് പറയുന്നുണ്ട്. എന്തുകൊണ്ട് ഗോപികൾക്ക് കാമം കൊണ്ട് സാധിച്ചു? നേരത്തെ അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചു നമ്മുടെ ആചാര്യൻ. ഭർജിതോ കൊതിതോ വാ, 21-ാമത്തെ അധ്യായം ദശം ഉറപ്പിച്ചു പറഞ്ഞു. എന്തത്? വറുത്തതോ വേവിച്ചതോ ആയ വിത്ത് പിന്നീട് മുളയ്ക്കാത്തതുപോലെ. നമ്മുടെ സത്രാചാര്യൻ ഇത് തന്നെ പറഞ്ഞു. ഏതൊരു അനുകൂല സാഹചര്യം ഉണ്ടായാലും ആ വിത്ത് പിന്നെ മുളയ്ക്കില്ല. നമ്മുടെ കർമ്മബീജം വീണ്ടും 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 മുളച്ചു വരാൻ കാരണം എന്താ? ശരിയായ സമർപ്പണം നമുക്ക് സാധിക്കുന്നില്ല, ശരിയായ ജ്ഞാനം നമുക്ക് കിട്ടുന്നില്ല. ഈ ജ്ഞാനം കൊടുക്കലാണ് ഭാഗവതത്തിന്റെ ലക്ഷ്യം. അതാണ് നേരത്തെ പറഞ്ഞ 12-ാമത്തെ സ്കന്ധത്തിലെ 5-ാമത്തെ അധ്യായത്തിൽ
ബ്രഹ്മോപദേശം. എന്താ ബ്രഹ്മോപദേശം? അഹം ബ്രഹ്മ പരം ധാമ ബ്രഹ്മാഹം പരമം പദം. ആരാണ് ഞാൻ? അഹം ബ്രഹ്മ. അതായത് ഉപനിഷത്തിലെ അഹം ബ്രഹ്മാസ്മി എന്ന തത്വം കഥകളിൽ കൂടി. എന്തിനാ പിന്നെ ഇത്രയും കഥകൾ പറഞ്ഞത്? ഇത്രയും കഥകൾ കേട്ട് അന്ധക്കരണ ശുദ്ധി ഉണ്ടാകുമ്പോഴേ ഇത് മനസ്സിലാവും. എന്തുകൊണ്ട്? ഇല്ല, അവനിങ്ങനെ നിൽക്കുക. അത് കുറയണമെങ്കിൽ ഇങ്ങനെ കഥ കാളിയന്റെ കഥയിൽ കൂടി അത് സൂചിപ്പിച്ചു. എത്രയോ കഥകൾ. ഭഗവാന്റെ ഏതെല്ലാം ഡൈവേഴ്സിറ്റിയാണ് നമ്മൾ കാണുന്നത്. സാമൂഹ്യ പരിഷ്കർത്താവായിട്ടും റെവല്യൂഷണറി ആയിട്ടും എന്തെല്ലാം റോളാണ് ഭഗവാൻ അഭിനയിച്ച് കാണിച്ചത്. അതുകൊണ്ടാണ് കൃഷ്ണസ്തു ഭഗവാൻ സ്വയം ബ്രഹ്മദേവൻ സർട്ടിഫൈ ചെയ്തത്. പരിപൂർണാവതാരമാണ് ഭഗവാൻ എന്ന് പറയാൻ കാരണമാണ് ഇത്രയും ഒരു ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു അവതാരം വേറെ എവിടെ ഇരിക്കുന്നു. ഇതാണ് ഭഗവാന്റെ കാരുണ്യം. അർജുനെ തടഞ്ഞു. എന്നിട്ട് ചടാൻ വരട്ടെ എന്ന് പറഞ്ഞിട്ട് അർജുനെ തൻ്റെ രഥത്തിൽ കയറ്റിയിട്ട് അത് പ്രത്യേകം പറഞ്ഞു. എന്നിട്ടോ സ്വരഥമാസ്തായ, അർജുന നിന്റെ രഥം എന്തെന്ന് ചോദിച്ചില്ല. പിന്നെ ഭഗവാന്റെ രഥത്തിലേക്ക് അവന് പ്രത്യേക ഒരു ഭാഗ്യം വേണം. ഭഗവാനോടൊപ്പം അല്ലേ? വീരേന്ദ്രമോക്ഷം പറയില്ലേ? ഭഗവാനോടൊപ്പം ഇരുത്തിക്കൊണ്ട് പോയി എന്നാണ്. സാറിന് ഭഗവാന്റെ അടുത്ത് ഒരാൾക്ക് മാത്രമേ സ്ഥാനം കിട്ടാറുള്ളൂ. ഇത്തവണ എന്ത് ചെയ്തു? ഇത്തിരിയുടെ വലുതാക്കിക്കൊണ്ടാണ് വന്ന് കയറിപ്പോയി. 2 ദാക്ഷ്യന്മാരെ പോയ കഥയൊക്കെ പറയുന്നത്. ഏതായാലും നേരെ പടിഞ്ഞാറ് ദിശ പ്രതീചിം ദിശമാവിശത് നേരെ വിട്ടു. 7 ദ്വീപുകൾ, സപ്തദ്വീപാൻ സപ്തസിന്ധൂൻ ഒക്കെ ഇങ്ങനെ കടന്ന് ഭയങ്കരമായ ഇരുട്ട്. രഥം മുമ്പോട്ട് പോകുന്നില്ല. ഗുരുവായൂരപ്പ എന്താ ചെയ്യാണ്? അവിടെയാണ് സുദർശനം രക്ഷയ്ക്കെത്തിയത്. ഭഗവാന്റെ എന്താ സുദർശനം? ഇതിന്റെ മറുവശം പറയാണ്, അജ്ഞാന അന്ധകാരം ഇല്ലാതാകണമെങ്കിൽ ശരിയായ ദർശനം, സമ്യക്കായ ദർശനം വേണം. അജ്ഞാനമാവുന്ന തമസ്, ആദിത്യവർണം തമസ പരസ്താദം എന്ന് പറയും ഉപനിഷത്തില്. ഇരുട്ടിനും അപ്പുറത്തുള്ള ഭഗവാനെയാണ് സാക്ഷാത്കരിക്കുന്നത്. അവിടെ എന്ത് വേണം? ഭഗവാൻ സമർപ്പണം ഉണ്ടെങ്കിൽ ഭഗവാന്റെ അംബരീഷന്റെ അടുത്ത് ഓടിയെത്തിയില്ല. അംബരീഷൻ ആവശ്യപ്പെട്ടിട്ടാ വന്നത്. നമേ ഭക്ത പ്രണശ്യതി എന്നുള്ള ഭഗവാന്റെ പ്രതിജ്ഞ ഉറപ്പാക്കിയ കഥയാണ് അവിടെ കണ്ടത്. കൃത്യ വന്ന് എന്നെ കൊല്ലുമെങ്കിൽ ഐ ഡോണ്ട് മൈൻഡ്. പക്ഷെ ഭഗവാൻ അങ്ങനെ വിടാൻ പറ്റില്ല എന്നർത്ഥം. അതുപോലെ ഇവിടെ ആ സുദർശനം അങ്ങോട്ട് വന്നു, ഭഗവാനെ വഴി കാണിച്ചു കൊടുത്തു. അതിൽ കൂടി നേരെ അങ്ങോട്ട് ഇരുന്നു. കണ്ട വൈകുണ്ഠത്തിന്റെ ഭാഗം മാത്രം ഒന്ന് പറഞ്ഞു നമുക്ക് സമർപ്പിക്കാം. തസ്മിൻ മഹാഭീമം അനന്തമദ്ഭുതം സഹസ്രമൂർധന്യഫണാമണിദ്യുഭി വിഭ്രാജമാനം ദ്വിഗുണോൽപണേക്ഷണം ചിതാചലാഭം ശിതികണ്ഠജിഹ്വം ദദർശ തദ്ഭോഗസുഖാസനം വിഭും മഹാനുഭാവം പുരുഷോത്തമോത്തമം സാന്ദ്രാംബുദാഭം സുപിശങ്കവാസസം പ്രസന്നവക്ത്രം രുചിരായതേക്ഷണം മഹാമണിവ്രാതകിരീടകുണ്ടല പ്രഭാപരിക്ഷിപ്ത സഹസ്രകുന്തളം പ്രലംബചാർവഷ്ടഭുജം സകൗസ്തുഭം ശ്രീവത്സലക്ഷ്മിം വനമാലയാവൃതം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സുനന്ദ നന്ദ പ്രമുഖന്മാരാൽ സേവിക്കപ്പെട്ട് ഭഗവാൻ സേവ്യമാണം പരമേഷ്ഠിനാം പതിം. പരമേഷ്ഠി ബ്രഹ്മദേവനെ പോലും നിയന്ത്രിക്കുന്ന അല്ലേ? അക്രൂരന്റെ സ്ഥിതി തുടങ്ങുന്നത് അങ്ങനെയല്ലേ പറഞ്ഞത്? സർവ കാരണങ്ങൾക്കും കാരണനായ ഭഗവാൻ. അതാണ് പരമേഷ്ഠി എന്ന് എടുത്ത് സൂചിപ്പിച്ചു. ഭഗവാനെ കണ്ടു. ഭഗവാൻ ഉടനെ ഇവരൊന്നും ചോദിക്കുന്നതിന് മുമ്പ് ഇങ്ങോട്ട് പറഞ്ഞു, രണ്ടുപേരെയും കൂടെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ഒരു ഡ്രാമയൊക്കെ കാണിച്ചത്. നിങ്ങളെ രണ്ടുപേരെയും കൂടെ ഒന്ന് കാണണമെന്ന് തോന്നി, അത്രേ ഉള്ളൂ, സാരമില്ല. നിങ്ങളുടെ ഉദ്ദേശം വെറുതെ ആയില്ല. എന്ത് വേണം? കുട്ടികളെയൊക്കെ ഇവിടെ യഥാരൂപം യഥാവയ. കാരണം ഈ 9 കൊല്ലം 10 കൊല്ലത്തിനകത്ത് എന്തായാലും ഓരോ കൊല്ലമെങ്കിലും ഗ്യാപ്പ് വേണ്ടേ? അയ്യോ, അപ്പൊ അതിനനുസരിച്ചുള്ള പ്രായ വ്യത്യാസത്തിൽ കണ്ടുവന്ന്
അതാണ് യഥാരൂപം യഥാവയ. അങ്ങനെയായിട്ട് അവിടെയാണ് ശ്രീമദ് ഭാഗവതം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നമ്മുടെ ഓർമ്മ ശരിയാണെങ്കിൽ ഇത് കഴിഞ്ഞ ഭാഗവതത്തിൽ എങ്ങും ഇങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കുന്നില്ല. എന്ത്? നിശാമ്യ വൈഷ്ണവം ധാമ പാർത്ഥ പരമവിസ്മിതഃ യത്കിഞ്ചിത് പൗരുഷം പുംസാം മേനേ കൃഷ്ണാനുകമ്പിതം. കുറച്ചൊന്ന് പറഞ്ഞോളൂ. യത്കിഞ്ചിത് പൗരുഷം പുംസാം, യത്കിഞ്ചിത് പൗരുഷം പുംസാം മേനേ കൃഷ്ണാനുകമ്പിതം, മേനേ കൃഷ്ണാനുകമ്പിതം. യത്കിഞ്ചിത് പൗരുഷം, എൻ്റെ മണി പവർ, മസിൽ പവർ കൊണ്ടാണ് ഇത് സാധിച്ചത്. എന്തിനെങ്കിലും വലിയ വലിയ കാര്യമൊന്നുമല്ല. ഞാൻ ഇത്രയും അല്ല. നമ്മൾ നമ്മുടെ കുട്ടികളോട് പറയാറുള്ള ഭാഷ പറഞ്ഞാൽ ഇന്ന് ചായ നന്നായി ഇട്ടോ എന്ന് പറഞ്ഞാൽ ഇപ്പോഴെന്ത് പറയണം? ഞാൻ പിന്നെ അല്ലാത്ത ദിവസമൊക്കെ ചായ അങ്ങോരെ ചാടി കടിക്കാൻ ചെല്ലരുത് എന്ന് പറയണം. എന്ത് പറയണം? പറയൂ കൃഷ്ണാനുകമ്പിതം, ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഇന്ന് ചായ നന്നായി എന്ന് പറയൂ. ഭാഗവതം പഠിപ്പിക്കുന്നത് എവിടെങ്കിലും ചെന്നിട്ട് സ്വർഗരാജ്യത്തിൽ ചെന്നിട്ട് പറയാനുള്ളതല്ല, അവരവരുടെ ദൈനംദിന ജീവിതത്തിലേക്കുള്ളതാണ് ഭാഗവതം പഠിപ്പിക്കുന്നത്. അപ്പൊ എന്തെങ്കിലും ഒരു ചെറിയ നേട്ടം ഉണ്ടാകുമ്പോൾ അഹങ്കാരം നമ്മെ ഭരിക്കാതിരിക്കണമെങ്കിൽ ഭജിക്കണം. ഗുരുവായൂർ ഒരു മഹാത്മാവിനോട് ഗുരുവായൂർ ദേവസ്വത്തിന്റെ ചെയർമാനാകണം എന്ന് പറഞ്ഞു ബോർഡ് ഉണ്ടാക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞു നാളെ വിവരം പറയാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം അദ്ദേഹം പറഞ്ഞ മറുപടി ഭരിക്കണ്ട, ഭജിച്ചാൽ മതി. സംപൂജ്യനായ തിരുനാമാചാര്യ സദ്ഗുരു ആഞ്ഞത്തിന്റെ കാര്യമാണ്. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? ഭരിക്കണ്ട, നമുക്കും അത് ഉൾക്കൊള്ളാൻ കഴിയട്ടെ. ഭരിക്കണ്ട. ആര് ഭരിക്കണ്ട? അഹങ്കാരം ഭരിക്കാതിരിക്കട്ടെ. ഇപ്പൊ നമ്മളെ നയിക്കുന്ന മുഴുവൻ എന്താണ്? അഹങ്കാരമാണ് നമ്മെ ഭരിച്ചുകൊണ്ടേയിരിക്കുന്നത്. അത് പോകണമെങ്കിൽ എന്ത് വേണം? ഭഗവാനെ സ്മരിക്കൂ. എങ്ങനെ? മാമനുസ്മര നിത്യത. ഉദ്ധവരോടും പറഞ്ഞു കൊടുക്കുന്ന വാക്ക് അതാണ്, അനുസ്മര. അനു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കണ്ടിന്യൂറ്റിയെ, തുടർച്ചയെ സൂചിപ്പിക്കുന്നു അനുശബ്ദം. ഭഗവത്ഗീതയിലും ഭഗവാൻ ഉപയോഗിച്ച അതാണ് അല്ലേ? മാമനുസ്മര യുദ്ധ്യജ. നമുക്ക് എപ്പോഴും ഉൾക്കൊള്ളാവുന്ന ഒരു ഉപദേശമാണ്. മാം അനുസ്മര യുദ്ധ്യജ, എന്നെ നിരന്തരമായിട്ട് സ്മരിച്ചുകൊണ്ട്. യുദ്ധ്യജ എന്ന് പറഞ്ഞാൽ അവനവരുടെ കർത്തവ്യ കർമ്മങ്ങൾ ചെയ്യൂ. കാര്യം കർമ്മ എന്ന് ഭഗവത്ഗീത. അവശ്യം ചെയ്യേണ്ട കാര്യങ്ങളെ ചെയ്തുള്ളൂ. പക്ഷെ ഇങ്ങനെ ഭഗവത് സ്മരണയോടുകൂടി ആയിരിക്കണം. അത് നമുക്ക് സാധിക്കട്ടെ. അതിന് അല്പമെങ്കിലും ഒരു പ്രേരകമായി ഈ കഥ അല്ലെങ്കിൽ ആഖ്യാനമെങ്കിൽ അത് നല്ലത്. എന്തെങ്കിലും കേട്ടെങ്കിൽ അത് മുഴുവൻ ചിന്മയ സദ്ഗുരുനാഥൻ്റെ, ഗുരുവായൂരപ്പൻ്റെ കാരുണ്യം, ഈ വഴിക്ക് ചെറുപ്പത്തിലേ നമ്മെ നയിച്ച ആ വന്ധ്യ മാതാപിതാക്കളുടെ അനുഗ്രഹം മാത്രമാണ് ഇതിൻ്റെ എന്തെങ്കിലും നല്ലത് പറഞ്ഞെങ്കിൽ അത് മുഴുവൻ ആ ഗുരു പരമ്പരയ്ക്കൊക്കെ സമർപ്പിച്ചുകൊണ്ട് ഇവിടെയുള്ള എല്ലാ ആചാര്യന്മാരെയും വീണ്ടും 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 നമസ്കരിച്ചുകൊണ്ട്, സജ്ജനങ്ങളെ എല്ലാവരെയും നമസ്കരിച്ചുകൊണ്ട്, നമ്മുടെ സുപുത്രികളെയും ഒക്കെ നമസ്കരിച്ചുകൊണ്ട്, കാരണം ഇത്രയൊരു മഹത്തായ യജ്ഞത്തിന് അവർക്ക് സാധിച്ചില്ലേ, അത് എല്ലാം സ്മരിച്ചുകൊണ്ട് ആയുരാരോഗ്യ സമ്പദ് സമൃദ്ധി നൽകി ഭഗവാൻ ഇവരെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മ വരുത്തട്ടെ. ഭക്തി ഉറയ്ക്കാൻ നമുക്ക് സാധിക്കും.